അപ്പോൾ റിഡക്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദിബിനാണ്. ദിബിൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം റിഡക്റ്റയുടെ ഓഡിയൻസിനുണ്ട്. ദിബിൻ എന്താണ്, ആരാണ്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ. നമസ്കാരം, ഞാൻ ദിബിൻ ജയദീപ്, കണ്ണൂർ സ്വദേശിയാണ്. ഇപ്പോൾ മൈസൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ അത്യാവശ്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇടപഴകാറുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൽ മൈനോറിറ്റീസിനെ കുറിച്ചും അവർ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഒരു സൈക്കോളജി, നമ്മളുടെ ഒരു ട്രഡീഷണൽ സൊസൈറ്റി, അതായത് സെക്ഷൽ മൈനോറിറ്റീസിനെ പറ്റി പലതരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലേക്ക് ഒരു സെക്ഷൽ മൈനോറിറ്റി ആയിട്ട് ഒരാൾ, ഞാനൊരു സെക്ഷൽ മൈനോറിറ്റി ആണെന്ന് അറിയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, സമൂഹം ആ വ്യക്തിയോട് നേടുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം. അപ്പം ദിബിൻ ആസ് എ മെമ്പർ ഓഫ് ക്യൂർ കമ്മ്യൂണിറ്റി, ദിബിൻ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ആദ്യമായിട്ട് ദിബിൻ ഒരു സെക്ഷൽ മൈനോറിറ്റി അല്ലെങ്കിൽ ഒരു ക്യൂർ കമ്മ്യൂണിറ്റി മെമ്പറാണ് എന്ന് സ്വയം തോന്നി തുടങ്ങിയപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ആദ്യമായിട്ട് ഇത് പറയുമ്പോൾ നമുക്കിത് മനസ്സിലാകാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ രണ്ട് കാലഘട്ടത്തിന്റെ ബ്രിഡ്ജായിട്ട് നിൽക്കുന്ന മനുഷ്യരാണ്. ഇപ്പൊ 90കളിലൊക്കെ ജനിച്ച ഒരാളാണ് ഞാനും. പ്രതീഷിന്റെയും കാലഘട്ടം അതാണെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ ജനിച്ച ആളുകൾ ഈ സാങ്കേതിക വിദ്യയുടെ ഒക്കെ തുടർച്ചയ്ക്കും ഈ ട്രെമൻഡസ് ആയിട്ടുള്ള വളർച്ചയ്ക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചവരാണ്. അതുപോലെ തന്നെ ഈ സമൂഹത്തിന്റെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഒക്കെ ഇടയിലുള്ള പാലങ്ങളായിട്ട് നിന്ന ഒരു ജനറേഷനാണ് നമ്മുടേത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ജനിക്കുന്ന കുട്ടികളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ എളുപ്പത്തില് പല കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ആ ഒരു ജനറേഷനിൽ നമുക്ക് അറിയാതിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള അവബോധമുണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക്. അതിനവർക്ക് ഒരുപാട് ചുറ്റും ജസ്റ്റ് ഗൂഗിളിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഗൂഗിൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഓപ്ഷൻ ഇന്ന് അവൈലബിൾ ആണ്. അവർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. നമ്മൾ ആരോട് ചോദിക്കണം, എങ്ങനെ ക്ലിയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാത്ത ഒരു ജനറേഷന്റെ പ്രതിനിധികളാണ് നമ്മൾ. അപ്പോ ചോദ്യങ്ങൾ ചോദിക്കാതെ പലതും നമ്മൾ ഉള്ളിൽ ഒതുക്കിയിട്ട് നമുക്ക് നമ്മുടെ സ്വത്വം തിരിച്ചറിയാതെ പോയ ആ ഒരു പ്രശ്നം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് സെക്ഷൽ മൈനോറിറ്റീസിനെ സംബന്ധിച്ചിട്ടും അല്ല, എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും, ഇപ്പൊ സ്ത്രീകളുടെ പ്രശ്നങ്ങളായാൽ പോലും അവർക്കത് തുറന്നു പറയാനും അവർക്ക് തിരിച്ചറിയാനും പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അതുപോലെ ഞാനും നമ്മൾ ടീനേജിലാണല്ലോ നമുക്ക് ലൈംഗിക താല്പര്യങ്ങളും റൊമാൻറ്റിക് ആയിട്ടുള്ള താല്പര്യങ്ങളും ഇമോഷൻസും ഒക്കെ ആ രീതിയിൽ വളർന്നു വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തില് നമുക്ക് മറ്റുള്ള ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്ക് തോന്നുന്നത് പോലെയുള്ള വികാരം തന്നെ നമുക്കും തോന്നണമെന്നാണ് സമൂഹം നമ്മളോട് പറയുന്നത്. എല്ലാവർക്കും ഒരേപോലെ തോന്നണം, ഒരു യൂണിഫോമിറ്റി ആയിരിക്കണം ഈ പറഞ്ഞ കാര്യത്തിലും എന്നൊക്കെ നിഷ്കർഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് കാഴ്ചപ്പാടോട് കൂട്ടിയിട്ട് നിൽക്കണം. അതല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് എന്ന് നമുക്ക് തന്നെ തോന്നും. അപ്പൊ ആ ഒരു പേടിയില് പലപ്പോഴും ഞാനടക്കമുള്ള പലരും നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു ടീനേജിലൊക്കെ. ഇപ്പൊ ഒരാൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ഒരു ബോയ് ആണെങ്കിൽ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരിക്കണം. എന്റെ സുഹൃത്തുക്കൾക്കുണ്ട്, അപ്പൊ എനിക്കും ഉണ്ടാവണം. എനിക്ക് മറിച്ചൊരു ബോയുടെ അടുത്താണ് ഒരു ഇഷ്ടം തോന്നുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയോടാണ് അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നതെങ്കിൽ അവൾക്കത് തുറന്നു പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോശക്കാരിയാവും, അവളെ കുറ്റപ്പെടുത്തും. അത് സോഷ്യൽ നോംസിലും അങ്ങനെയാണ്, മതപരമായിട്ടും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇസ്ലാം മതമായാലും ക്രിസ്ത്യൻ മതമായാലും ഈ സെമറ്റിക് മതങ്ങൾ രണ്ടും, ഇൻഡിജീനസ് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 1200 വർഷം മുമ്പുള്ള ഈ ഇന്ത്യൻ പുസ്തകങ്ങൾ, അത് ഈ കൾച്ചറും റിലീജിയനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ, ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വന്നതാണല്ലോ. അങ്ങനെയുള്ള വേദിക് ടെക്സ്റ്റുകൾക്ക് ശേഷം വന്നിട്ടുള്ള പലതിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ന്യൂട്രൽ ആയിട്ടാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിനെ തെറ്റാണെന്നോ വർജ്യമാണെന്നോ എന്നുള്ള രീതിയിലല്ല, അതും ഒരു രീതിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ ഈ ചൈനീസ് പഴയ നാഗരികതയ്ക്ക് ശേഷം വന്നിട്ടുള്ള അവിടുത്തെ സംസ്കാരത്തിലായാൽ പോലും ഇതൊരു തെറ്റാണ് എന്നുള്ള ഒരു രീതിയിൽ പറയുന്നില്ല. പക്ഷെ സെമറ്റിക് മതങ്ങൾ കൃത്യമായിട്ടും
സ്ത്രീ പുരുഷൻ എന്ന ഈ ബൈനറി സ്റ്റീരിയോ ടൈപ്പിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പം ഞാനൊക്കെ പഠിച്ച എന്റെ ടീനേജ് സമയത്ത് ഞാൻ പഠിച്ചിരുന്നത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ എയ്ഡഡ് സ്കൂളിലായിരുന്നു. അപ്പൊ മനസ്സിൽ ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ വന്ന സമയത്ത് അവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മോറൽ സയൻസും മറ്റുമൊക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതേപോലെയുള്ള ഒരു കാര്യങ്ങളും കൂടി കൊണ്ടുവരാറുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഈ പ്രീസ്റ്റുകളൊക്കെ ആയിരിക്കും. അതിനു വേണ്ടിയിട്ട് സ്പെഷ്യലി ട്രെയിൻ ചെയ്തിട്ടുള്ള പ്രീസ്റ്റുകളൊക്കെ ആയിരിക്കും. അപ്പൊ അവര് വന്നിട്ട് പറയുന്നത് എന്തായിരിക്കും? നമ്മളിത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കൂട്ടുകാരുടെ മുമ്പിൽ നമുക്ക് നാണക്കേടായിരിക്കും ഇത് ചോദിച്ചു കഴിഞ്ഞാല്. രണ്ടാമത്തെ കാര്യം, നീ ഇത് ചോദിച്ചോ, 100 ഉപദേശമായിരിക്കും. ഇത് തെറ്റാണ്, അത് ചെകുത്താന്റെ പ്രേരണയാണെന്നൊക്കെയാണ് പറയുക. അപ്പൊ അത് കുടുംബങ്ങളിൽ അറിഞ്ഞാൽ അതിനേക്കാൾ കൂടുതലായിരിക്കും പ്രശ്നങ്ങൾ. പക്ഷെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ട്രോമാസ് അനുഭവിച്ചുകൊണ്ട് വരുന്ന ആളുകള് എന്നാൽ അവർക്ക് ഇതിൽ നിന്നും പോകാനും പറ്റില്ല. ഇതെന്റെ ഒരു പ്രശ്നമാണോ അതോ എന്റെ ഒരു മാനസിക രോഗമാണോ, എനിക്ക് എന്താണ് പ്രശ്നമെന്ന് തിരിച്ചറിയാതെ ആത്മഹത്യ ചെയ്ത മനുഷ്യര് വരെ ഉണ്ട് ഒരുപാട്. അപ്പൊ ഇത് സൗഹൃദങ്ങള് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്, ഡീപ്പായിട്ടുള്ള സൗഹൃദങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ സൗഹൃദം പിരിയാൻ പറ്റുന്നില്ല. എന്നാൽ ഇമോഷണലി ഈ ആളുകളെ കണക്ട് ചെയ്യുന്ന വികാരം എന്ന് പറയുന്നത് ഹോമോസെക്ഷാലിറ്റി ആയിരിക്കാം. ഞാൻ എല്ലാ കേസും അങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷേ അങ്ങനത്തെ കേസുകളും ഉണ്ട്. അപ്പൊ അത് ആ ഇമോഷണൽ ബോണ്ട് വരാനുള്ള കാരണം ഹോമോസെക്ഷാലിറ്റി ആണെന്ന് സമൂഹം വളരെ നോർമൽ ആയിട്ട് പറയാത്ത ഒരു കാലത്ത് പലപ്പോഴും അത്തരത്തിലുള്ള കേസുകൾ നടക്കുമ്പോൾ, അന്വേഷിച്ചറിഞ്ഞ കേസുകളാണ് ഞാൻ പറയുന്നത്. രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് സൂയിസൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ, അവർക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ വീട്ടിൽ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കമ്മിങ് ഔട്ടിനുള്ള ധൈര്യമില്ല, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവര് ഒരുമിച്ച് സൂയിസൈഡ് ചെയ്തിട്ട് ആ പത്രവാർത്തയിൽ വരാറുള്ളത് സുഹൃത്തുക്കൾ ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമാണ്. അവര് കാമുകന്മാര് ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിൽ പറയില്ല, അല്ലെങ്കിൽ പ്രണയിതാക്കൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അതിനുള്ള കാരണം നമ്മുടെ സൊസൈറ്റി ആണ് എന്നുള്ള കുറ്റപ്പെടുത്തൽ വരും. നമുക്കിത് സൊസൈറ്റീനെ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. ആ മജോറിറ്റിയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് പോകുന്ന സൊസൈറ്റിയാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് ട്രോമ എനിക്കും അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. നമുക്ക് കുടുംബത്തിൽ ചോദിക്കാൻ പറ്റില്ല, നമ്മുടെ പിയർ ഗ്രൂപ്പാണ് നമുക്ക് മറ്റ് മാർഗനിർദ്ദേശങ്ങളൊക്കെ തരേണ്ടത്. അവരും സ്വാഭാവികമായിട്ടും നമ്മുടെ ഒപ്പം തന്നെ വളരുന്ന നമ്മളെ പോലുള്ള ആൾക്കാരാണ്. അവർക്കും ഈ സ്റ്റീരിയോ ടൈപ്പിന് അപ്പുറത്തേക്കുള്ള കടന്നുള്ള ചിന്ത വളരെ കുറവായിരിക്കും. അങ്ങനെ കിട്ടുന്നെങ്കിൽ ഫോർച്ചുനേറ്റ്ലി ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഗൈഡ് ചെയ്തു തരും. ഞാൻ അങ്ങനെ അല്ലാതെ കേട്ടിട്ടുള്ളത് നമ്മുടെ കനി കുസൃതിയാണ്. ആക്ട്രസ് കനി കുസൃതി ഒരിക്കല് നമ്മുടെ ഒരു ക്യൂർ മീറ്റിംഗില് ലൈവായിട്ട് വന്നിട്ട് കനി പറഞ്ഞൊരു കാര്യമുണ്ട്. കനിയെ വളർത്തിയത് മൈത്രേയനാണ്, മൈത്രേയനും ജയശ്രീയുമാണ് വളർത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഫ്രീഡം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അറിയാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്തിരുന്നില്ല അവരുടെ പാരന്റിങ് എന്ന് പറയുന്നത്. അങ്ങനെ മോൾഡ് ചെയ്തത് കൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ് ജെൻഡർ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാല്, എന്താണ് സെക്ഷൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, ആ ഡൈവേഴ്സിറ്റി എന്താണ്, ആ സ്പെക്ട്രത്തിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ കനിക്ക് മനസ്സിലായിരുന്നു എന്ന് കനി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ആവാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഈ കാലഘട്ടം മാറി വന്നതിന്റെ ശേഷം, ചിന്താഗതികളിൽ മാറ്റം വന്നതിന് ശേഷം എനിക്ക് എന്റെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒരുപാട് പിന്തുണയും കിട്ടിയിട്ടുണ്ട്. അതും പോസിറ്റീവായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞല്ലോ ഈ എന്താ പറയുന്നത്, എനിക്ക് കുറേ ട്രോമകളും പ്രശ്നങ്ങളും ഒക്കെ ആദ്യകാലങ്ങളിൽ നേരിടുന്നു. അപ്പം ഇത് ഫാമിലിയിൽ അറിയിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഏർലി ഡേയ്സിൽ എങ്ങനെയായിരുന്നു? അതിൽ ഫാമിലിയുടെ റെസ്പോൺസും, കാരണം പറഞ്ഞല്ലോ എനിക്കിനി മാനസിക രോഗമാണോ അല്ലയോ എന്നിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫാമിലിയിലുള്ള സെറ്റിങ്സ് എങ്ങനെയായിരുന്നു? നമുക്ക് ഇങ്ങനെ ഇപ്പം എനിക്ക് ഒരു പുരുഷനോട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ, അനുരാഗം തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു പദം സ്വവർഗരതി എന്നൊരു പദം മാത്രമായിരുന്നു ഈ ഒരു കഴിഞ്ഞ കാലം വരെ നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിച്ചിരുന്നത്. അത് റൊമാൻസും ഇല്ല, ഇമോഷണൽ കണക്ഷൻ ഇല്ല, മറ്റൊന്നുമില്ല, സെക്സ് മാത്രം വെച്ചുകൊണ്ട്. രതി എന്ന് പറഞ്ഞാൽ അതല്ലേ അർത്ഥമാക്കുന്നത്, അല്ലെ? ഇന്റർകോഴ്സ് ആണ്. അപ്പൊ അത് മാത്രമായിരുന്നു ഈ ഒരു അടുത്ത കാലം വരെ നമ്മുടെ മീഡിയയിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ടേം എന്ന് പറയുന്നത്. അതിനിപ്പം ക്യൂർ ആക്ടിവിസ്റ്റുകളുടെ ഒക്കെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ, ഈയിടെ അന്തരിച്ച നമ്മുടെ കിഷോർ കുമാറിനെ പോലെയുള്ള ആളുകൾ,
അവരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോ അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പൊ അത് മാറി സ്വവർഗ അനുരാഗം എന്ന് പറഞ്ഞ രീതിയിൽ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. മലയാളത്തിൽ ശരിക്കും നമുക്ക് പല പദങ്ങളും ഇല്ല. നമുക്കിപ്പോ പ്രസിഡന്റ് എന്ന് പറഞ്ഞ വാക്കിന് പകരം മലയാളത്തിൽ രാഷ്ട്രപതി എന്നൊരു വാക്ക് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനുള്ളൂ, അല്ലെ? അതൊരു വനിതയായാലും രാഷ്ട്രപതി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം അതൊരു പാട്രിയാർക്കൽ ആയിട്ടുള്ള എന്തോ ഒരു പദവി പോലെയാണ് നമ്മൾ കരുതിയിരുന്നത്. ആ ഒരു പദവി ഇത് പുരുഷൻ മാത്രം അലങ്കരിക്കേണ്ട എന്തോ പോലെ. അപ്പൊ അതിനൊരു പകരം പദം നമുക്കില്ല. അപ്പൊ നമ്മൾ പ്രസിഡന്റ് എന്ന് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ദ്രൗപദി മുർമു ഒക്കെ രാഷ്ട്രപതി ഈ സ്ഥാനത്തേക്ക് വന്ന സമയത്ത് അവരെ പ്രസിഡന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ പ്രഥമ വനിത എന്ന് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, സമാനമായിട്ടൊരു സ്ത്രീലിംഗ പദം എന്ന് പറഞ്ഞിട്ട് അതിനില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതേപോലെ പിന്നെ ഇങ്ങനത്തെ ഒരു ടെർമിനോളജി പോലും ഇല്ലാത്ത ഒരു സൊസൈറ്റിയാണ്. അപ്പം നമ്മുടെ കുടുംബങ്ങളിലും ഇതേപോലത്തെ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അപ്പം നമ്മളോട് പിന്നെ വളരെ ഇപ്പൊ നമുക്ക് പറയാൻ പേടിയുണ്ടായിരിക്കും. ഞാൻ വളർന്നത് ഒരു ജനറേഷൻ കൂടി കഴിഞ്ഞ് എന്റെ ഗ്രാൻഡ് പാരന്റ്സ് ആയിരുന്നു എന്റെ പാരന്റ്സ് എന്ന് പറയുന്നത്. അവരുടെ കൂടെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോ അവരുടെ പാരന്റിങ്ങിൽ എനിക്ക് ഒരു ജനറേഷൻ ഗ്യാപ്പ് കൂടിയുണ്ട്. ഡയറക്റ്റ് ഉള്ള പാരന്റ്സിന്റെയും അപ്പുറമുള്ള ഒരു പാരന്റിങ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി പേടിയായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കസിൻസ് അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന ആളുകളുടെ അടുത്താണ് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്ത് പലപ്പോഴും ഇത് പറയുമ്പോ നിനക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്നുള്ള രീതിയിൽ പറയുന്ന നിലവാരത്തിലേക്കാണ് പലരും പറയുക. അപ്പം നമ്മളെ ആ രീതിയിൽ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പലരും ശ്രമിക്കുക. അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതും ഈ ടീനേജിലൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ആരുടെയെങ്കിലും അടുത്ത് ഇതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് അവര് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് അവര് ലൈംഗിക ചൂഷണത്തിന് കൂടി നിർബന്ധിക്കും ആ പറയുന്ന ആളുകൾ. അതൊരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ തലത്തിലേക്കൊക്കെ പോകും. അപ്പം അങ്ങനെ ഉള്ള ഒരു അനുഭവമാണ് അത് പറയുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ സപ്പോർട്ടീവ് ആയിട്ട് കുടുംബങ്ങളിൽ നിന്നൊന്നും അങ്ങനത്തെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം അത് ഒരു നമുക്കും അറിയാവുന്നൊരു വിഷയമാണ്. ഈ നമ്മൾ ആരോടാണോ പ്രശ്നങ്ങൾ പറഞ്ഞത് അവർ തന്നെ നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സൊസൈറ്റിയിൽ വളരെ പ്രലവൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കോള് സംസാരിച്ചപ്പോൾ ദിവിൻ പറഞ്ഞല്ലോ, ഐ എം എ ലെഫ്റ്റിസ്റ്റ്, ഐ വിൽ സ്റ്റാൻഡ് വിത്ത് മൈനോറിറ്റീസ് എന്ന്. അപ്പം അതൊന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ പറയുന്നത്, വൈ ഷുഡ് വി സ്റ്റാൻഡ് വിത്ത് മൈനോറിറ്റീസ്? അത് മൈനോറിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതരം മൈനോറിറ്റീസ് മാത്രമല്ല, അതായത് ഒരു ജെൻഡർ മൈനോറിറ്റീസോ അല്ലെങ്കിൽ സെക്ഷൽ മൈനോറിറ്റീസ് മാത്രമല്ല, റിലീജിയസ് മൈനോറിറ്റീസ് ഉണ്ട്, കാസ്റ്റ് മൈനോറിറ്റീസ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ സമൂഹത്തിൽ പല തട്ടിലായിട്ട് പല ഡയമെൻഷനിലും പല ആക്സസുകളായിട്ടും ആളുകൾ മൈനോറിറ്റീസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഇതിനൊക്കെ നമ്മൾ മൈനോറിറ്റീസിൻ്റെ കൂടെ നിൽക്കേണ്ടതുണ്ട്. അവരുടെ അവകാശങ്ങളും അവരുടെ അസ്തിത്വം, അവരുടെ ഐഡൻറ്റിറ്റി, ഇതിനു വേണ്ടി നമ്മൾ നിൽക്കേണ്ടതുണ്ട്. അത് എന്ന് ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് അത് റെലവൻ്റ് ആവുന്നത് ഇന്നത്തെ ഒരു സമൂഹത്തിൽ? അത് റെലവൻ്റ് ആവുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല്, പല രാജ്യങ്ങളും നല്ല ഡൈവേഴ്സിറ്റി അവരുടെ കൾച്ചറായിട്ട് നിലനിന്നിരുന്ന, ഇപ്പൊ യൂറോപ്പിലൊക്കെയുള്ള പല രാജ്യങ്ങളും നോക്കിക്കഴിഞ്ഞാല് ചില പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ കാസ്റ്റ് ബേസ്ഡ്, കാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അവരുടെ പൈതൃകത്തിനെയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട്, അല്ലെങ്കിൽ എത്തിനിസിറ്റീനെയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് അതാണ് നമ്മൾ വലിയവരാണ്, ഉത്കൃഷ്ടരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിറ്റ്ലറുടെ ഒക്കെ രീതി പോലെ, അവരുടെ ഒക്കെ രീതി പോലെയുള്ള പല തരത്തിലുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ വന്നു. ഇപ്പോ ഇസ്രായേലി ജനത വന്നതുപോലെ രാജ്യം ഫോം ചെയ്തത് അവരുടെ അവകാശമാണെന്ന് വേണമെങ്കിൽ വാദിക്കാം. എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള വലതുപക്ഷ സ്വഭാവമുള്ള രീതിയിൽ രാജ്യങ്ങൾ മാറുന്ന സമയത്ത് അവിടെ മെജോറിറ്റേറിയൻ താല്പര്യങ്ങൾ മാത്രമായിട്ട് സംരക്ഷിക്കപ്പെടും. അപ്പൊ അവിടെ ഇപ്പോ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ സപ്തഭാഷാ സംഗമ ഭൂമിയാണെന്ന് പറയാം കാസർഗോഡിന്. അപ്പം അവിടെയുള്ള മൈനോറിറ്റിക്കും അവകാശങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും അവിടെ മത്സരിക്കുന്ന ആളുകളൊക്കെ ആ ഭാഷ പഠിച്ചിട്ട് അവിടെയുള്ളവരോട് സംവദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത്, വോട്ടിന് വേണ്ടിയാണെങ്കിൽ പോലും. അപ്പൊ അത് അവരോടുള്ള ഐക്യപ്പെടലാണ്, അവരെയും കൂടി നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിന്റെ ഭാഗമാണ്.
അപ്പോ ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതൊരിക്കലും പിന്നെ വലതുപക്ഷ സ്വഭാവമുള്ളതാവാൻ പാടില്ല. ഡെമോക്രസിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഡെമോക്രസി വരണം. പക്ഷെ ആ ഡെമോക്രസിയുടെ ഉള്ളിൽ ഒരിക്കലും ഈ മെജോറിറ്റേറിയൻ പൊളിറ്റിക്സിനെ ഉയർത്തിപ്പിടിക്കുന്ന നിലവാരത്തിലേക്ക് വരരുത്. അതുകൊണ്ടാണ് ഞാൻ ലെഫ്റ്റിസ്റ്റ് ആണെന്ന് പറയുന്നത്. ആ ലെഫ്റ്റിസത്തില് ഞാൻ ഊന്നൽ കൊടുക്കുന്ന ഒരു ഫാക്ടർ ഇതാണ്. എല്ലാ തരത്തിലുള്ള മൈനോറിറ്റീസിന്റെ ഒപ്പം നിൽക്കണം എന്നാണ് ആഗ്രഹം. ബിക്കോസ് നമ്മളും അതിന്റെ ഭാഗമാണല്ലോ. നമ്മളും മൈനോറിറ്റിയാണ്. ഞാനൊരു റിലീജിയസ് മൈനോറിറ്റിയാണ്, ബിക്കോസ് ഞാൻ റിലീജിയസ് അല്ല. റിലീജിയസ് അല്ലാത്ത ഞാനും ആ റിലീജിയന്റെ തലത്തിൽ നോക്കിയാൽ ഒരു മൈനോറിറ്റി ആണല്ലോ, അല്ലേ? ഇപ്പൊ റിലീജിയൻ ഉള്ള ആളുകൾ മുഴുവൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ റിലീജിയൻ ഇല്ലാത്ത ആളാവുമ്പോൾ ഞാൻ മൈനോറിറ്റിയാണ്. റിലീജിയൻ ഫോളോ ചെയ്യാത്ത ആളുകളും മൈനോറിറ്റിയാണ്, റിലീജിയസ് മൈനോറിറ്റിയാണ്. സോ എക്സാക്ട്ലി, അവർക്കും അവകാശമുണ്ട്. ഈ ഒരു പോയിന്റ് പലരും മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഈ പലരും ഈ ജനാധിപത്യം, ഡെമോക്രസി എന്നൊക്കെ പറയുമ്പോൾ ഭൂരിപക്ഷ അഭിപ്രായം അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് സംഭവമാണ് വേണ്ടത്. അതായത് ഇപ്പം വൺ നേഷൻ വൺ ലാംഗ്വേജ്, വൺ നേഷൻ വൺ എന്താ പറയുന്നത്, എല്ലാം ഒരു ഒരു ഏകമാന രീതിയിൽ പോകുന്നതാണ് നല്ലത്. ഭൂരിപക്ഷം ആളുകൾ തീരുമാനിക്കണം. ഇപ്പം വൺ നേഷൻ വൺ ലാംഗ്വേജ്, ഇപ്പം ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്, അപ്പോൾ എല്ലാവരും ഹിന്ദി പഠിക്കണം. ഹിന്ദി എല്ലാവരും അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങ് നല്ലതാണ് എന്ന് പറയുന്ന മാതിരി തന്നെ ഭൂരിപക്ഷം ആളുകളും എന്താ പറയുന്നത് ഹെട്രോസെക്ഷൽസ് ആണ്. അപ്പോൾ പിന്നെ ഹെട്രോസെക്ഷുവാലിറ്റി ഈസ് ദ നോം. ബാക്കി കാര്യങ്ങളെയൊക്കെ നമ്മൾ എക്സെപ്ഷൻസ് ആക്കി മാറ്റി നിർത്തുക എന്നല്ലാതെ അതിനെ ഒരു മെയിൻ സ്ട്രീമായിട്ട് പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു പൊതുബോധം നമ്മുടെ സമൂഹത്തിലേക്ക് ഈ ഒരു റീസെന്റ് കാലഘട്ടത്തിൽ പുഷ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഇന്ന് നമ്മുടെ ലോകത്തുള്ള പ്രധാന രാഷ്ട്രങ്ങൾ, നമ്മുടെ ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായിട്ടുള്ള രാഷ്ട്രങ്ങളിൽ 133 രാജ്യങ്ങളിൽ ഇന്ന് ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പുകൾ അനുവദനീയമാണ്, നമ്മുടെ ഇന്ത്യ അടക്കം. അപ്പൊ അത് പിന്നെ നമ്മുടെ ലോക്സഭയും രാജ്യസഭയും രണ്ട് ഹൗസുകളും ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുത്തിട്ട് അവകാശങ്ങളായിട്ട് നമുക്ക് ഡെമോക്രാറ്റിക് വേയിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് തന്നിട്ടുള്ള കാര്യമല്ല. കാലോചിതമായിട്ട് നമ്മൾ മാറണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ജുഡീഷ്യറി സ്ട്രഗിൾ ചെയ്തിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് PIL സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് പേര്, നമ്മൾ അറിയപ്പെടാത്ത എത്രയോ മനുഷ്യരുടെ ജീവൻ വരെ കളഞ്ഞിട്ടുള്ള സമരങ്ങളും സംഭവ ബഹുലമായിട്ടുള്ള പലതും അവിടെ ചരിത്രമായിട്ട് കിടക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തില് കാലത്തിനൊപ്പം മാറണമെന്ന് ജുഡീഷ്യറിയിലെ ബോധമുള്ള കാലത്തിനനുസരിച്ച് തലച്ചോറ് വർക്ക് ചെയ്യുന്ന ആളുകൾ തീരുമാനിച്ചത് കൊണ്ട് അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് അത് വന്നിട്ടുള്ളത്. അതുപോലെ പല രാജ്യങ്ങളിലും ജുഡീഷ്യറിയുടെ തീരുമാനത്തിന്റെ പുറത്തും വന്നിട്ടുണ്ട്, അല്ലാതെയും വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അവരുടെ സെനറ്റുകളും പാർലമെന്റുകളും ഒക്കെ തീരുമാനം എടുത്തിട്ടും മാറിയിട്ടുണ്ട്. അതിൽ 36 രാജ്യങ്ങൾ, അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, 36 രാജ്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് സ്വവർഗ വിവാഹത്തിന് അനുമതി ഉള്ള രാജ്യങ്ങളാണ്. അതിൽ ഭൂരിപക്ഷവും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും യൂറോപ്പിലുമാണ് തീർച്ചയായിട്ടും. അപ്പോ ഇത്രയും രാജ്യങ്ങൾക്ക് ഇന്ന് ഇത് സാധ്യമാകുമെങ്കിൽ അല്ലാത്ത രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഈ പറഞ്ഞ പോലെയുള്ള മൈനോറിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ മെജോറിറ്റേറിയൻ ഇസം പിടിച്ച് നിൽക്കുന്നതിന്റെ ഫലമായിട്ട് തന്നെയാണ് അവർക്ക് അത് അനുവദിക്കാൻ പറ്റാത്തത്. ഇന്ത്യയിൽ നമ്മളിപ്പോ റീസെന്റ് സമീപകാലത്ത് നടന്ന സംഭവമാണ്. സുപ്രീം കോടതി ചോദിച്ചു കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് ഇത് ആവശ്യമുണ്ടോ എന്ന്. എന്താണ് തീരുമാനം? ആവശ്യമുണ്ടോ എന്നല്ല, തീരുമാനം അറിയിക്കാൻ വേണ്ടിയിട്ട്. സംസ്ഥാനങ്ങൾക്ക് അവരുടെ അഭിപ്രായം അറിയിക്കാൻ പറ്റുമായിരുന്നു. കേരളം അഭിപ്രായം എന്താണ് കൊടുത്തത്? നമ്മുടെ പുരോഗമിച്ച കേരളമാണ്, അങ്ങനെ ഒരു അഭിപ്രായം കൊടുത്തില്ല. അപ്പം ഇത് ആകെത്തുക ഈ രീതിയിലാണ് പോകുന്നത്. നമ്മള് ഇപ്പൊ കേരളം ഭരിക്കുന്നത് CPM ആണ്. CPM ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് പോലും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇപ്പൊ പല വിഷയങ്ങളിലും ഇടപെടാറുള്ള ഇപ്പോ സുപ്രീം കോടതിയിൽ രാം ജന്മഭൂമി വേഴ്സസ് ബാബറി മസ്ജിദിന്റെ വെർഡിക്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ വെർഡിക്റ്റും നടക്കുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോസ്റ്റുകൾ ഇടുന്ന പൊളിറ്റീഷ്യൻസ് കേരളത്തിലുള്ളവർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവർക്കൊന്നും ഈ വിഷയങ്ങളിൽ നിഷ്കളങ്കരെ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് പോലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആളുകൾ ഒരിക്കലും ഇത് ചോദിക്കില്ല. ഇത്തരത്തിലൊരു വിധി വന്ന സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇട്ടത്. എന്ന് പറയുന്ന ആളുടെ പേരിൽ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം മുമ്പ്
പിന്നെ എന്റെ കൂടെ ഇത്തരത്തില് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അയാള് ഈ വിധി വന്ന സമയത്ത് അയാളുടെ രാഷ്ട്രീയം അയാൾ എഴുതി. അതായത് ഇത് വളരെ അശ്ലീലമാണ്, പാശ്ചാത്യരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ചിന്താഗതിയുള്ള നമ്മുടെ ജുഡീഷ്യറി ആണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഉചിതമായിട്ട് തീരുമാനിക്കേണ്ടതാണ് കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഇപ്പൊ ഈ പറയുന്ന മനുഷ്യരുടെ അയാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ എന്തിനാണ് അവര് എന്താണ് സമൂഹത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് പോലും അവർക്ക് ഇത് പറയാനാണ് തോന്നുന്നത്. അപ്പം അവരുടെ സ്വത്വത്തിനും മേലെ അവർക്ക് വലുതെന്താണ്? അവരുടെ ആ വലതുപക്ഷ രാഷ്ട്രീയമാണ്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് അവരെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണത്. അതേപോലെ തന്നെയാണ് റിലീജിയനും. പലപ്പോഴും ഈ ഡേറ്റിംഗ് ആപ്പുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് പല കമ്മ്യൂണിറ്റിയിലുമുള്ള ഉഗ്ര മതവാദികളായിട്ടുള്ള ആളുകൾ ഇതിനകത്തൊക്കെ കാണാം. ഡേറ്റിംഗ് ആപ്പുകളിൽ കൂടിയൊക്കെ പോകുന്ന ഗേ ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്, ഗ്രിൻഡർ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, അതുപോലെ പ്ലാനറ്റ് റോമിയോ എന്ന് പറയുന്ന, ഇത് രണ്ടും ഫേമസ് ആയിട്ടുള്ള രണ്ട് ആപ്പുകളാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ചുറ്റും നമ്മുടെ അടുത്ത വീട്ടിലുള്ള ആളുകളെ പോലും അതിനകത്ത് കാണാൻ പറ്റും. പക്ഷെ ഇവര് സമൂഹത്തിലോ ഇത്തരത്തില് ഉള്ള ജെൻഡർ മൈനോറിറ്റീസിനെയും സെക്ഷൽ മൈനോറിറ്റീസിനെയും ഒക്കെ അടച്ചാക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ട് ഞങ്ങള് നോർമലാണ്, മറ്റുള്ളവര് എന്തോ ഡിഫക്റ്റ് ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുന്ന ആളാണ്. എനിക്ക് ഈ ഒരു മനസ്ഥിതിയോടാണ്. ആളുകളുടെ സെക്ഷൽ ഓറിയന്റേഷൻ ഒന്നും നമ്മൾ പരസ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്കതിന്റെ ഒരു ആവശ്യമില്ല. എവിടെയെങ്കിലും ബോധ്യപ്പെടുത്തണം എന്ന് പറയുന്നുണ്ടോ? ഏതെങ്കിലും രേഖകളിൽ നമുക്ക് സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് രേഖപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അത് പറയേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ്. ഇത് ഞങ്ങളും റീസെന്റ് അറിഞ്ഞൊരു കാര്യമാണ്. ഇതിപ്പം ഇൻസ്റ്റഗ്രാം പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ഇപ്പം ഈ യങ് ഓഡിയൻസ് കൂടുന്ന, അല്ലെങ്കിൽ യങ് ഓഡിയൻസ് ഇപ്പോൾ യങ് ഓഡിയൻസ് ഇല്ല, എന്നാലും ഒരു സമയത്ത് വളരെയധികം ടോക്സിക് ആയിട്ട് ഈ LGBTQ ആളുകൾക്ക് വിരുദ്ധമായിട്ട് ഭയങ്കര ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഹോമോസെക്ഷാലിറ്റിക്കെതിരെയും ട്രാൻസ്ജെൻഡേഴ്സിനെതിരെയും ഇന്റർസെക്സ് ആളുകൾക്കെതിരെയൊക്കെ വളരെ ശക്തമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന പല അക്കൗണ്ട്സിലുള്ള ആളുകൾ ആക്ച്വലി ക്ലോസറ്റഡ് ഹോമോസെക്ഷൽസ് ആണെന്നും ഞങ്ങളുമായിട്ട്, ഇതിപ്പം ദിവിൻ പറഞ്ഞ മാതിരി ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പലരും ഇപ്പോൾ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഈ ഇങ്ങനെ പോസ്റ്റുകൾ ഇടുന്നുണ്ടെന്നൊക്കെ നമ്മളോട് പറയുന്നു. പക്ഷെ അവർ ഈ സമൂഹത്തിൻ്റെ പ്രഷർ കാരണം സമൂഹത്തിൽ ഞാനൊരു നോർമലാണ്, ഞാനൊരു എന്താ പറയുക, ഒരു പ്രശ്നമില്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പോസ്റ്റൊക്കെ ഇടുകയാണ് എന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ഗ്ലോബൽ പ്രതിഭാസമാണല്ലേ. പല ആളുകളും ഈവൻ ദോ അവർ അവരുടെ സെക്ഷൽ ഐഡൻറ്റിറ്റി ഇതാണെങ്കിൽ പോലും സെക്ഷൽ മൈനോറിറ്റീസിൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോംസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അവിടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടാനും അവരുടെ ഐഡൻറ്റിറ്റി മറച്ച് വെച്ച് പൊളിറ്റിക്സ് പറയുന്നവരുണ്ട് എന്നതൊരു വളരെ സാഡ് പാർട്ടല്ലേ. അതായത് ആ ഐഡന്റിറ്റി ഉള്ളവർ അതിനുവേണ്ടി മുമ്പ് വന്ന് സംസാരിക്കുന്നതിന് പകരം ഈ ഐഡന്റിറ്റി എതിർക്കുന്ന പക്ഷത്ത് പോയി നിന്ന് ഇത്തരം ഹേറ്റ് പൊളിറ്റിക്സ് കളിക്കുന്നത് കാണിക്കുമ്പോൾ ഒരു സാഡ് പാർട്ടായിട്ട് തോന്നുന്നില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഉള്ള മനുഷ്യര് ഇപ്പം അതായത് അവര് പ്രിവിലേജ് ഉള്ള ആളുകളാണ് ഞാൻ പറയുന്നത്. സാധാരണക്കാരായിട്ട് ഒതുങ്ങി ജീവിക്കുന്നവരല്ല, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അതായത് ഈവൻ പോലീസ് ഓഫീസേഴ്സ് ആയിട്ടുള്ളവർ എനിക്കറിയാം, ഡോക്ടേഴ്സ് ആയിട്ടുള്ളവര്, അതുപോലെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളായിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അപ്പം ഇതേപോലെയുള്ള പലരും ഇത്തരത്തിലുള്ള അവരുടെ അതായത് നമ്മൾ ഹെട്രോസെക്ഷൽ എന്ന് പറയുന്നതല്ല അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ. എനിവേ, അതല്ലാത്ത ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട്, അതൊരു സ്പെക്ട്രം ആണല്ലോ, ഞാൻ പറയാതെ തന്നെ അറിയാലോ. ആ സ്പെക്ട്രത്തിൽ വരുന്ന പല ഇതിലായിരിക്കാം. ബൈസെക്ഷൽ ആയിരിക്കാം മേ ബി. അതിൽ തന്നെ പെർസെന്റേജ് 60, 40, 30, 50, 70 ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. അതിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അതുപോലെ പാൻസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ പല ടൈപ്പ് മനുഷ്യര് ഇതിലുണ്ട്. അപ്പം ഇതിലൊക്കെ ഏതായാലും ഈ ഒരു ക്യൂർ എന്ന് പറയുന്ന ആ ഒരു ടേമിന്റെ, അംബ്രല്ല ടേമിന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരാണ്. അവര് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് പ്രതികരിക്കാതെയാണ് അവരതിനെ അനുകൂലിച്ച് നിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ചില സംഭവങ്ങൾ വരുന്ന സമയത്ത് നമ്മളുടെ മൗനമെന്ന് പറയുന്നത് അതിനോടുള്ള പിന്തുണയാണ്. അപ്പോ ഇത്തരത്തിൽ ഒരാള്
പിന്നെ ഒരാള് ഒരു വിഷയം വരുന്ന സമയത്ത് ഒന്നുകിൽ ഞാനിപ്പോ ഒരു വിഷയത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് ഇട്ടുകൊണ്ട് അവര് സഹായിക്കും. അവര് പ്രത്യേകിച്ച് കമന്റ് ഒന്നും ഇടില്ല അവിടെ. അല്ലെങ്കിൽ എല്ലാവരും കളിയാക്കുന്ന സമയത്ത് അവര് മിണ്ടാതെ അതിന് അനുകൂലമായിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നിന്നുകൊണ്ട് അവര് ചെയ്യാറുണ്ട്. പക്ഷെ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് മേ ബി അവരുടെ ആ ഒരു പ്രൊഫഷനെ വിചാരിച്ചിട്ടായിരിക്കാം. നമുക്ക് അവരെ വലിച്ചിഴിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ പൊളിറ്റിക്സ് സംസാരിക്കണം എന്ന് ഒരാളുടെ വായിൽ കുത്തിത്തിരികെ സംസാരിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വയാർജിതമായിട്ട് ഒരാൾക്ക് തോന്നുകയും അവരത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോ പ്രതീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ രാജ്യത്ത് പിന്നെ യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. നോംസും കണ്ടീഷൻസും സെറ്റ് ചെയ്തിട്ട് അതൊരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നതോ നമ്മളെ ഉൾക്കൊള്ളുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് യൂണിഫോമിറ്റി അല്ല, യൂണിറ്റി ആണ്. അത് ഏറ്റവും താഴെയുള്ള ഹൈറാർക്കി ഇങ്ങനെ മുകളിലേക്ക് പോകേണ്ട സംഭവങ്ങളാണ്. അങ്ങനെ വരുന്ന ബേസ്മെന്റിനെ ഉറപ്പുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ജനത മാത്രമേ ഉറച്ചു നിൽക്കുകയുള്ളൂ. അല്ലാത്തത് ആ മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്നത് അത്രേ അതിന് ആയുസ്സും കാണുള്ളൂ. അങ്ങനെയാണ് പല നാടുകളും. ഇപ്പൊ ശ്രീലങ്കയും ഇപ്പം റീസെന്റ് ബംഗ്ലാദേശിൽ നടന്നതും ഒന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. അതിന്റെ താഴെയുള്ള അത് അത്ര കാലമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ഹ്രസ്വകാലത്തേക്കേ ഉണ്ടാവുള്ളൂ. അപ്പം അതുപോലെ ഇത്തരത്തിലുള്ള ആളുകള് പിന്നെ ഈ രണ്ട് തരത്തിലുള്ള ഇരട്ടത്താപ്പ് കാണിക്കുമ്പം അതിനെതിരെ എന്തായാലും പ്രതികരിക്കാൻ തോന്നും. അത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതിന് മറ്റൊന്നും പറയാനില്ല. അവർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇല്ല. ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കൊല്ലം മുമ്പ് വരെ ഭയങ്കര ഈ കോവിഡ് സമയത്തൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോമോസെക്ഷുവാലിറ്റി ഈ പണ്ടൊരു മാനസിക രോഗമായിരുന്നു. 1973-72 ആ കാലഘട്ടത്തിന് മുമ്പ് വരെയുള്ള DSM ലിസ്റ്റുകളിൽ അതൊക്കെ മാനസിക രോഗമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. പിന്നെ ശാസ്ത്രത്തെ ഹൈജാക്ക് ചെയ്ത് കുറെ ആക്ടിവിസ്റ്റുകൾ വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷം ഇത് എന്ത് പറഞ്ഞേ ഇതിൽ നിന്ന് മാറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് അത് ഈ ഇൻസൽ അക്കൗണ്ട്സ് അഥവാ ഈ ഇസ്ലാമിസ്റ്റ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ അക്കൗണ്ട്സിൽ നിന്നാണ് കൂടുതൽ ഇത്തരം സംഭവങ്ങളൊക്കെ കണ്ടിരുന്നത്. അപ്പം അതിനോടൊക്കെ എന്താണ് പ്രതികരിക്കാനുള്ളത്? അതിനോടൊക്കെ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനൊരു മറുപടി കൊടുക്കേണ്ടതുണ്ടോ? നമ്മുടെ ചാനലിൽ നമ്മളത് വസ്തുതാപരമായിട്ട് അങ്ങനെ നോക്കുമ്പോൾ തെറ്റാണെന്നൊക്കെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസ് എ ക്യൂർ പേഴ്സൺ ഇത്തരം മൂവ്മെൻറ്റുകൾ ഇത്തരം എന്താ പറയുക ഇത്തരം വീഡിയോസും ഇത്തരം കൗണ്ടർ മൂവ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നാണ് ആസ് എ ക്യൂർ പേഴ്സൺ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? പ്രതീഷ്, ഞാന് 5 വർഷം ഗൾഫ് രാജ്യങ്ങളിൽ 2 ഗൾഫ് രാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്തിരുന്നു. ആദ്യം സൗദിയിലാണ് ജോലി ചെയ്തത്. അവിടെ 3 വർഷം ഉണ്ടായിരുന്നു. പിന്നീട് UAE-യിലാണ്. ഈ 2 രാജ്യത്തും ഞാൻ ഏറ്റവും കൂടുതൽ സ്വവർഗ ലൈംഗികതയിൽ ഏർപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണോ? മേ ബി ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അവരായതുകൊണ്ടായിരിക്കാം. അതില് മലയാളികളുണ്ട്, പാകിസ്ഥാനികളുണ്ട്, പാകിസ്ഥാനിലെ പഠാൻ വിഭാഗക്കാരുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ മതപരമായിട്ടുള്ള കാരണം പറഞ്ഞിട്ട് ഈ ഒരു കാര്യത്തെ പരസ്യമായിട്ട് എതിർക്കുന്ന മനുഷ്യരും ഇവര് തന്നെയാണ്. ഈ പറഞ്ഞ പാകിസ്ഥാനികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാല് പഠാന്മാര് ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ കൊല്ലണം എന്ന് പറയുന്ന ഹദീസുകളും കിതാബിലെ മറ്റ് കോട്ടുകളും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരാണ്. അവര് പബ്ലിക്കലി അങ്ങനെ മാത്രമേ പറയുള്ളൂ. പക്ഷെ അവര് രഹസ്യമായിട്ട് ഇത് ചെയ്യും. അവരെ അവിടെ UAE-യിലുള്ള ഒരു പൗരൻ തന്നെ കളിയാക്കിയ ഒരു സന്ദർഭം ഞാനിങ്ങനെ ഓർമ്മ വന്നിപ്പോ ഇത് പറഞ്ഞപ്പോ. അവര് മറ്റ് സ്ത്രീകള്, അതായത് മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കാതെ നടക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീനെ നോക്കിയിട്ട് ഒരു പഠാനായിട്ടുള്ള ആള് പറയുമ്പോ UAE പൗരനായിട്ടുള്ള ഒരാൾ വന്നിട്ട് പറയാണ്, അങ്ങനെയെങ്കിൽ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അന്യ സ്ത്രീകളെ ഇങ്ങനെ നോക്കാൻ പാടില്ല, നിങ്ങൾ എന്തിനാ നോക്കി വെള്ളം ഇറക്കുന്നത്? അപ്പം നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റികളെ ബൂസ്റ്റ് ചെയ്യുക, എന്നിട്ട് അവരുടെ ഇത് പിടിച്ചു പറ്റുക എന്നതിൽ കവിഞ്ഞിട്ട് ഇതിലൊന്നുമില്ല. പണ്ഡിതന്മാര് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം യൂട്യൂബർമാര് ചെയ്തിട്ട് അത് 10 പേര് കാണും. അതിനെ വിമർശിക്കാനാണെങ്കിലും 10 പേര് കാണും. അപ്പം ഈ 2 രീതിയിലും അവർക്ക് ഗെയിൻ ഉണ്ടാക്കാം, വ്യൂവർഷിപ്പ് കൂട്ടാം. വിമർശിക്കാനാണെങ്കിലും ആൾക്കാർ കയറുമല്ലോ.
അതൊക്കെ ഉദ്ദേശിച്ചിട്ട് മാത്രം അവർ ഇറങ്ങുന്നതാണ്. അവരോട് പ്രത്യേകിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഉൾക്കൊള്ളാൻ ശേഷിയുള്ളിടത്തേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ എവല്യൂഷൻ തിയറിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സിനെ പറ്റിയിട്ടോ ഒക്കെ മതപണ്ഡിതന്മാരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ പായസം വിളമ്പി കൊടുക്കാം, പക്ഷെ ഒരു സദ്യ മുഴുവൻ ഗ്ലാസിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിന് വിസ്താരമുള്ള ഒരു ഇല തന്നെ വേണം. അപ്പൊ അതിനുള്ള ശേഷി അവർക്ക് ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം അവരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമുക്കുള്ള ഒരു പരിമിതി അതാണ്. നമുക്ക് കമന്റുകളൊക്കെ ടൈപ്പ് ചെയ്തിട്ട് എന്നിട്ടും ഒരുപാട് പേര് കഷ്ടപ്പെട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. കുറെ കഴിയുമ്പോ എന്താവും, ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ആ ലിമിറ്റ് വിട്ടിട്ട് അവർക്ക് ദേഷ്യം വരും. അതാണ് മറ്റവരും ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ കുറെ കമന്റുകളും ഇതും കിട്ടുക, അതിലപ്പുറത്തേക്ക് അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവർക്ക് തന്നെ അറിയാം ഇവര് പറയുന്നതില് കാര്യമൊന്നുമില്ല. അപ്പം ബേസിക്കലി ഇത്തരം മൂവ്മെന്റ്സിനൊക്കെ ഇഗ്നോർ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വേ. അല്ലാതെ അതിനെ പോയി എൻഗേജ് ചെയ്ത് അതിനോട് പോയി തീർച്ചയായിട്ടും കാരണം അതിനോട് പോയി മറുപടി പറഞ്ഞ് ഇഗ്നോർ ചെയ്യുക. നമ്മള് ഇപ്പോ പ്രതീഷ് പറഞ്ഞതുപോലെ ഈ നമ്മള് സാമൂഹ്യ പാഠം എന്ന് മുമ്പ് പറഞ്ഞിരുന്നതിനെ സാമൂഹ്യ ശാസ്ത്രം എന്നാണ് ഇപ്പൊ നമ്മുടെ സിലബസിൽ പറയുന്നത്. മുമ്പ് സാമൂഹ്യ പാഠം എന്നായിരുന്നു പറയുന്നത്. ഇപ്പൊ അതിന് സാമൂഹ്യ ശാസ്ത്രം എന്നാ പറയുന്നത്. അപ്പൊ അതും സയൻസിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോഴതും സയൻസ് ആണ്. അല്ലാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല, സമൂഹത്തെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും സയൻസിന്റെ ഭാഗമായിട്ട് കരുതുന്നുണ്ട്. അത് മുമ്പ് കരുതിയിരുന്നില്ല, മുമ്പ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ കേരളത്തിലെ സിലബസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മുമ്പ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോ അതുപോലും ഒരു മാറ്റമാണ്. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും മാറുന്നിടത്ത് ഇത്തരത്തില് കാലങ്ങളായിട്ട് മനുഷ്യനെ ഇത്തരത്തിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് നിന്ന് മാനുഷിക പരിഗണന കൊടുത്തിട്ട് അവരെ സാധാരണ മനുഷ്യരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ പരിഗണന കൊടുക്കുന്നത് സഹിക്കാൻ പറ്റാത്തതിനെ അതൊരു മാനസിക രോഗമാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളത്, അത് ഇതിനെ എതിർക്കുന്ന വിഭാഗത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ഈ LGBT മൂവ്മെന്റിനെ തന്നെ എതിർക്കുന്ന വിഭാഗത്തിൽ നിന്ന് മാത്രമല്ല, പൊതുവെ ഇങ്ങനെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന കുറെ മനുഷ്യരല്ലേ, എനിക്കറിയില്ല ഒന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ന്യൂട്രൽ മനുഷ്യരും എടുക്കുന്ന ഒരു നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഇതിന്റെ സയൻസ് എന്താണ്, അതായത് ഹോമോസെക്ഷുവാലിറ്റി വരാനുള്ള അതിന്റെ ശാസ്ത്രം എന്താണ്, അല്ലെങ്കിൽ ഒരാൾ ട്രാൻസ്ജെൻഡർ ആവുന്നതിന്റെ സയൻസ് എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചോദിക്കും. ഇപ്പം എന്നോടൊക്കെ പലരും ചോദിച്ചിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോമോസെക്ഷുവാലിറ്റിക്കും ട്രാൻസ്ജെൻഡർ ആവുക അല്ലെങ്കിൽ ജെൻഡർ ഫ്ലൂയിഡ് ആവുക, ഇങ്ങനെയുള്ള മനുഷ്യരുടെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയ അടിത്തറയുണ്ടോ എന്നൊക്കെയാണ് ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആ ശാസ്ത്രീയ അടിത്തറയുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിനൊരു ശാസ്ത്രീയ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ എന്നാൽ പിന്നെ അതൊരു അന്ധവിശ്വാസവും അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുക. അല്ലെങ്കിൽ ശാസ്ത്രീയ അടിത്തറ എന്തോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാവുന്നോ, എന്താ അവരുടെ ക്ലിയർ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. കാരണം മിക്കവാറും ആളുകൾ ചെയ്യുന്ന ശാസ്ത്രീയ അടിത്തറ. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, ഇതിനിപ്പോൾ നമ്മളെന്തിനാണ് ശാസ്ത്രീയ അടിത്തറ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ മുമ്പിലുള്ള ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം മനുഷ്യർ കാലങ്ങളായിട്ടും തലമുറകളായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എല്ലാ സൊസൈറ്റിയിലും ഉണ്ടായിരുന്നു. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളും ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളും ഗ്രീക്ക് കാലഘട്ടത്തിൽ മുതൽ, ഗ്രീക്ക് മിത്തോളജിയിൽ പോലും അത് പറയുന്നുണ്ട്. ആ കാലഘട്ടം മുതലൊക്കെ. അതെ, അപ്പൊ അന്ന് തൊട്ട് ഇപ്പൊ വരെയുള്ള കൺസിസ്റ്റന്റ് ആയിട്ട് ജെൻഡർ ഡൈവേഴ്സ് ആയിട്ടും സെക്ഷൽ ഡൈവേഴ്സ് ആയിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നപ്പോ അതല്ലേ അതിന്റെ ശാസ്ത്രീയ അടിത്തറ. ഇത്തരം മനുഷ്യരുണ്ട് എന്നതാണ് അതിന്റെ ശാസ്ത്രീയ അടിത്തറ. അപ്പം ഇപ്പോഴും ഉണ്ട്. നമുക്ക് മാറ്റർ ചെയ്യുന്ന സയന്റിഫിക് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം മനുഷ്യരുണ്ട്, അവരെയും കൂടെ ഉൾക്കൊള്ളുന്നതായിരിക്കണം നമ്മുടെ സമൂഹം. അതിനപ്പുറം ഇത് ജനറ്റിക് ആണോ, അല്ലെങ്കിൽ ഏത് ജീനാണ് ഇതിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ ഏത് ഹോർമോണാണ് ഇതിന് കാരണമാകുന്നത് എന്നതൊക്കെ ഒരു അക്കാദമിക ലെവലിൽ പഠിക്കാൻ നമുക്ക് പറ്റുമെന്നല്ലാതെ, ഒരു സാമൂഹിക സോഷ്യൽ സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു സാമൂഹിക ലെവലിൽ സമൂഹം മനസ്സിലാക്കേണ്ടത് ഇവരുടെ അവകാശങ്ങളെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്നതിലപ്പുറത്തൊന്നും അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അപ്പം അതിനോട് ദിപിന്റെ എന്താ പറയുക ഒപ്പീനിയൻ എന്താണ്? ഇങ്ങനെ ആളുകൾ ശാസ്ത്രീയ അടിത്തറ എന്തെന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ, അങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ടോ ആളുകൾ ഇതിന്റെ ശാസ്ത്രീയ അടിത്തറ എന്താണ് എന്നൊക്കെ പറഞ്ഞു? തീർച്ചയായിട്ടും. ഞാൻ നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ പലപ്പോഴും നമ്മൾ ക്യൂർ ആണെന്ന് പറയുമ്പോൾ
നമ്മുടെ ലൈംഗിക ഓറിയന്റേഷനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പം ആൾക്കാർ പറയുന്നത് എന്നിട്ട് പെണ്ണിനെ പോലെ അല്ലല്ലോ നടക്കുന്നത്, പെണ്ണിനെ പോലെ അല്ലല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പം പലപ്പോഴും ഈ എന്താണ് സെക്ഷൽ ഡൈവേഴ്സിറ്റി, എന്താണ് ജെൻഡർ ഡൈവേഴ്സിറ്റി എന്നുള്ളതൊന്നും ഇപ്പോഴും ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും അറിയണമെന്ന് ശ്രമിച്ചിട്ടില്ല. പിന്നെ ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്, ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, സ്ത്രീകളൊക്കെ പലപ്പോഴും ഈ സിനിമകളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പൊ അതിനകത്തൊക്കെ കാണിക്കുന്ന കാര്യങ്ങള് അതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുക, അതിനൊക്കെ ചിരിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പ്രവണതകളൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഇങ്ങനെ വന്നിരുന്നത്. അപ്പം എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഇത്തരത്തിലുള്ള കളിയാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ, അതിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കളിയാക്കിക്കൊണ്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജെൻഡർ മൈനോറിറ്റീസിനെ അതായത് മെജോറിറ്റി സമൂഹത്തിന് ചിരിക്കാൻ വേണ്ടിയിട്ട് അവര് വകയുണ്ടാക്കുകയാണ്. നമ്മൾ പെർഫെക്റ്റ് ആണ്. അപ്പൊ എനിക്ക് കൈയും കാലൊക്കെ ഫുൾ ആയിട്ടുണ്ട്. അതില്ലാത്ത ഒരു കൈ ഇല്ലാത്ത ഒരാൾ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് അയാളെ നോക്കിയിട്ട് ചിരിക്കാം, കളിയാക്കാം, അതെന്റെ അവകാശമാണ് എന്നൊക്കെ ധരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ മാറിയത് നിരന്തരം സ്ട്രഗിൾ ചെയ്തിട്ടാണ്. അപ്പം ആരോടാണ് സ്ട്രഗിൾ ചെയ്തത്? ഇവിടത്തെ വ്യവസ്ഥിതിയോടാണ്. ആ വ്യവസ്ഥിതി ആരാ ഉണ്ടാക്കിയേ? നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കിയതാണ്, അല്ലെ? അപ്പൊ അതിനോട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ നിലവിൽ ഇങ്ങനെയെങ്കിലും എത്തിച്ചു. നാളെ ഇനിയും മാറിക്കോളും. കാരണം അടുത്ത ഒരു ജനറേഷൻ കൂടി വരുമ്പോ അവർ കുറച്ചും കൂടി മനസ്സിലാക്കിയും പഠിച്ചുമാണ് വരുന്നത്. പലപ്പോഴും ഈ ബാംഗ്ലൂർ നഗരത്തിലൊക്കെ ജീവിക്കുന്ന മനുഷ്യര് വളരെ ഹാപ്പിയാണ്. ഈ ഗ്രാമങ്ങളില് ഉള്ളില് എന്താണ് സ്നേഹവും സാഹോദര്യവും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഇതാണ്. കാരണം അന്യന്റെ കാര്യത്തിൽ ഇടപെടും ഏറ്റവും കൂടുതൽ. അത് ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്നും പറ്റുന്നില്ല മനുഷ്യർക്ക്. അപ്പൊ അതുകൊണ്ട് നഗരങ്ങളിൽ ജീവിക്കുമ്പം കുറച്ചും കൂടി നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസിൽ ഒതുങ്ങി ജീവിക്കുന്നത് സമാധാനമാണ് മനുഷ്യന് വലുത്. സഹകരണം ഒക്കെ സഹകരണം വേണം, തീർച്ചയായിട്ടും സഹവർത്തിത്വം വേണം. നമ്മൾ സമൂഹ ജീവിതം നയിക്കുന്നവരാണ്, അതൊക്കെ വേണം. പക്ഷെ അതിനേക്കാളും മനുഷ്യന് എന്താ വേണ്ടത്? പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് കിട്ടണം. അത് കിട്ടണം. നമുക്ക് മറ്റുള്ളവര് നീ എന്ത് വസ്ത്രം ധരിക്കണം, നീ എങ്ങനെ ജീവിക്കണം, ആരെ കല്യാണം കഴിക്കണം, എപ്പോ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചാൽ എപ്പോ കുട്ടിയെ ഉണ്ടാക്കണം എന്ന് തുടങ്ങി നിരന്തരം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, അത് ടോക്സിക് ആണ്. ആ ടോക്സിസിറ്റി തിരിച്ചറിയുന്ന മനുഷ്യര് എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കും. ഒന്നുകിൽ ഈ നാട്ടിൽ നിന്ന് തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ശ്രമിക്കുന്നതിന്റെ ഒരു കാര്യം ഇതാണ്. കുറച്ചും കൂടി മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന നാട്ടിൽ ജീവിക്കണം എന്നാണ് ആളുകൾ പറയുന്നത്. പിന്നെ ബ്രോ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ സെക്ഷൽ ഓറിയന്റേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മളിപ്പം ആക്റ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്, അല്ലെ? അതേപോലെ ആളുകൾ പറയുന്ന ഒരു മിഥ്യാധാരണയാണ്, ഈ പണ്ട് കാലത്ത് ഉള്ളവർക്കൊന്നും അസുഖമില്ല, അവരൊക്കെ ആരോഗ്യമുള്ള തലമുറയായിരുന്നു, ഇപ്പൊ ഉള്ളവർക്കൊക്കെ ആയുസ് കുറവാണ്. അതൊക്കെ തെറ്റായിരുന്നല്ലോ. പണ്ടുള്ള ആളുകൾക്ക് ആയുസ് നമ്മളെക്കാളും കുറവായിരുന്നു. കാരണം അവരെ ജീവൻ നിലനിർത്താനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ല. ഒരുപാട് പകർച്ചവ്യാധികളും മറ്റും വന്നിട്ട് ആളുകൾ മരിച്ചുപോയ കാലഘട്ടങ്ങളാണ്. അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള സയന്റിഫിക്കലി അതിനുള്ള പ്രതിരോധവും മറ്റു കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് അതിനുള്ള, ഇപ്പൊ ഇത്രയും വലിയ പാൻഡമിക് ലോകം മുഴുവൻ വന്നിട്ട് നമുക്ക് അതിനെ അമർച്ച ചെയ്യാൻ പറ്റി. ഒരുപാട് പേര് നിർഭാഗ്യവശാൽ മരിച്ചു പോയിട്ടുണ്ട് അതിന്റെ ഇടയിൽ. എന്റെ മുത്തശ്ശനടക്കം അതിൽ മരണപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് വലിയ, ഈ ലോകം മുഴുവൻ നശിച്ചു പോവേണ്ട തരത്തില് ഇതൊരു ഒരു 1940-ലൊക്കെയാണ് ഈ കോവിഡ് വന്നിരുന്നതെങ്കിലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പം അതിനേക്കാളും നമ്മൾ ഒരുപാട് മെച്ചപ്പെട്ടു. നമുക്ക് ഒറ്റ ക്ലിക്കില് ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിൽ നമ്മൾ വളർന്നു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പറയുന്ന ഒരു മിഥ്യയാണ് പണ്ട് ഭയങ്കര സംഭവമായിരുന്നു എന്ന് പറയുന്നത്. പണ്ട് എന്താണ് ഈ പറഞ്ഞ രോഗങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള ടെക്നിക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ട് രോഗങ്ങൾ ഇല്ല എന്നാണ് കരുതുന്നത്. അതുപോലെയാണ് ഈ പറച്ചിലും. അപ്പോൾ ഇതിൽ ഒന്ന് നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ ഈ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഈ സ്ത്രീകളെ പോലെ അല്ലല്ലോ പെരുമാറുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു ഹോമോസെക്ഷൽ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ, നമ്മൾ കാണുന്ന ഒരു ടിപ്പിക്കൽ സ്ത്രീയുടെ കുറേ സ്ത്രൈണ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സ്ത്രൈണത കാണിക്കുന്ന വ്യക്തികളാണ് ഹോമോസെക്ഷൽ. അല്ലെങ്കിൽ സ്ത്രൈണത കാണിക്കുന്ന എല്ലാ
വ്യക്തികളും ഹോമോസെക്ഷലാണ്. ഒന്നെങ്കിൽ ഹോമോസെക്ഷൽ ആളുകൾ എന്ന് പറഞ്ഞാൽ സ്ത്രൈണത കാണിക്കുന്നവരാണ്, അല്ലെങ്കിൽ സ്ത്രൈണത എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ സ്ത്രൈണത, നമ്മളൊരു സമൂഹം ഉണ്ടാക്കി വെച്ച ഒരു ചില ഫീച്ചേഴ്സ് ഓഫ് സ്ത്രൈണത. അപ്പം അതുള്ള എല്ലാവരും ഹോമോസെക്ഷൽ. ഇത് ഒരു സത്യത്തിൽ ഒരു മിഥ്യയല്ലേ? അങ്ങനെ എന്താ പറയുക, ചില ആളുകൾ അവർ ഹെട്രോസെക്ഷൽസും ആണ്. അങ്ങനെ ഇല്ലാത്ത സ്ത്രൈണത കാണിക്കാത്ത മനുഷ്യർ ഹോമോസെക്ഷൽസ് ആയിട്ടും ഇല്ലേ? ഈ ആദ്യകാലത്ത് അമേരിക്കയിലൊക്കെയാണ് ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റികൾ രൂപം കൊണ്ടിട്ടുള്ളത്. ക്യൂർ കമ്മ്യൂണിറ്റികളുടെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് LGBT തുടക്കമായാലും ഒക്കെ അങ്ങനെയാണ് ഇത് തുടങ്ങി വന്നിട്ടുള്ളത്. അപ്പൊ അന്ന് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പ്രിവിലേജ് കൂടുതലുള്ള പുരുഷന്മാരാണ് സമൂഹത്തില്. അപ്പൊ അവര് ആദ്യം സംഘടിക്കും. സ്ത്രീകളുടെ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത്, ലെസ്ബിയൻ എന്ന് പറയുന്നതിനെ അവർക്ക് പിന്നെയും കടന്നു വരാൻ വേണ്ടിയിട്ട് പല ബാരിയേഴ്സ് കിടക്കുകയാണ്. അപ്പം പുരുഷന്മാർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് സംഘടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് കൊണ്ട് അവരെ ആദ്യം സംഘടിച്ചിട്ട് അവരെ കളക്റ്റീവ്ലി ഗേ എന്നൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അത് സിനിമകളിലായാലും അക്കാലത്ത് വന്നിട്ടുള്ള മാഗസിനുകളിലായാലും ന്യൂസ് മീഡിയയിലൊക്കെ ആണെങ്കിലും ആ രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ ഒരു കൾച്ചറലി പിന്നെ അത്തരത്തിലുള്ള ജെൻഡർ മൈനോറിറ്റീസിനെയും കൂടി കളക്റ്റീവ്ലി ഗേസ് എന്ന് വിളിക്കുന്ന തലത്തിലേക്ക് വന്നു. അതായത് അവർക്ക് തന്നെ ശാസ്ത്രീയമായിട്ട് പിന്നെ എന്റെ ജെൻഡർ ചേഞ്ച് ആണോ അല്ലെങ്കിൽ എന്റെ സെക്ഷൽ ഓറിയന്റേഷൻ ആണോ എന്ന് പോലും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത പലർക്കും ഇപ്പം നമ്മുടെ കറന്റ്ലി നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ പോലും അവർക്കും കൃത്യമായിട്ട് അതിനെ കുറിച്ചിട്ട് വലിയ ബോധമൊന്നുമില്ല. പലരും ഇപ്പൊ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ട് അവർക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളൊക്കെ സംസാരിക്കുമ്പോഴും പലപ്പോഴും സയന്റിഫിക്കലി മണ്ടത്തരങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. കാരണം അവര് ആ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മെമ്പറാണ്, ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ അവരും അതിനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടും പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ട് സംസാരിക്കുന്നവരൊന്നും അല്ല. അതുപോലെ എനിക്കുള്ള ഒരു വിയോജിപ്പ് ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് പറയാം. പലപ്പോഴും പിന്നെ ഈ നമ്മുടെ ഇവിടുത്തെ വലതുപക്ഷ സമൂഹം അതുപോലെ റിലീജിയസ് സമൂഹം ഒക്കെയാണ് എപ്പോഴും ഇതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുടെ വിവാഹത്തിനെതിരായിട്ട് ഇവരാണ് നിൽക്കുന്നത്. അതുപോലെ പരമ്പരാഗതമായിട്ടുള്ള എന്തിനേയും വിരുദ്ധമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ അടിച്ചമർത്തുക, അതൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പുസ്തകത്തിൽ ഇല്ല, ഞങ്ങളുടെ സംസ്കാരത്തിന് എതിരാണ് എന്നൊക്കെ ഓരോ തരത്തിൽ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ കൂട്ടരാണ്. അപ്പോ പലപ്പോഴും ഈ പിന്നെ ജെൻഡർ മൈനോറിറ്റീസിലായി വരുന്ന ആളുകള് പലപ്പോഴും ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് പോകുന്നതും കാണാറുണ്ട്. അതായത് ഈ വലതുപക്ഷ സംഘടനകളുടെ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടൊക്കെ അവര് വരിക എന്നൊക്കെ പറയുമ്പം എന്നെ സംബന്ധിച്ചിട്ട് അതിനോട് എനിക്ക് യോജിപ്പില്ലാത്ത ഒരു കാര്യമാണ്. അതുപോലെ ഈ ക്യൂർ കമ്മ്യൂണിറ്റീനെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേരെയും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ. അതിന്റെ ഒക്കെ തലപ്പത്തേക്ക് വരിക, എന്നിട്ട് ആ ആളുകളെയൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മനുഷ്യന്റെ പലതരത്തിലുള്ള എല്ലാ ഇടങ്ങളിലും അതുപോലത്തെ പുഴുക്കുത്തുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ മനുഷ്യര് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവണതകള്, അതുപോലെ പിന്നെ അതിനെയൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. നമ്മളിപ്പോ ഒരാള് പ്രതീഷിന്റെ അടുത്ത് ചോദിക്കുകയാണ് ഒരു ക്യൂർ സപ്പോർട്ടർ ആണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഞാൻ സപ്പോർട്ടർ ആണ്, പ്രതീഷൻ സപ്പോർട്ടർ ആയിരിക്കും, ആധുനിക മനുഷ്യർ സപ്പോർട്ടർ ആയിരിക്കും. പക്ഷെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് അവരെ വിമർശിക്കേണ്ട കാര്യങ്ങളെ വിമർശിക്കാൻ വേണ്ടിയിട്ടും പറ്റണം. ആസ് എ ക്യൂർ മെമ്പർ എനിക്ക് അതിന് പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അത് പറ്റണം. വിമർശിക്കാനുള്ള കാര്യങ്ങൾ വിമർശിക്കാൻ പറ്റണം. പക്ഷെ അതൊരിക്കലും ആ കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംസാരമല്ല. രണ്ടും രണ്ടായിട്ട് തിരിച്ചറിഞ്ഞ ആ ബോധ്യത്തോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു ജനറേഷനാണ് ഞാൻ സ്വപ്നം കാണുന്നതും ആഗ്രഹിക്കുന്നതും. അത് ശരിയാണ്. നമ്മൾ വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കേണ്ട. ഇപ്പം ഈ ചില വിമർശനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളാണ് വിമർശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം നേരത്തെ പറഞ്ഞല്ലോ, തലപ്പത്ത് വന്നിട്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം നേരിടുന്ന കമ്മ്യൂണിറ്റിയുടെ സഹായത്തിന് വേണ്ടി ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ തലപ്പത്തി വരിക, എന്നിട്ട് ആ കമ്മ്യൂണിറ്റിയെ തിരിഞ്ഞു നോക്കാതെ പേഴ്സണൽ ഗെയിൻസിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. അത്തരം സംഭവങ്ങളൊക്കെ വളരെ സീരിയസ് പ്രശ്നങ്ങളാണ്. അതിനെയൊക്കെ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് വിമർശിക്കേണ്ടത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വിമർശിക്കുമ്പോൾ നമ്മുടെ വിമർശനം ഒരുമാതിരി കമ്മ്യൂണിറ്റിയുടെ വെൽബീയിങ്ങിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പം ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാം.
നമ്മളിപ്പോ പറയുന്ന സമയത്ത് ഇത് ആരോട് പറയുന്നു, എവിടെ പറയുന്നു, എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോ നമ്മള് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യരുടെ കൂട്ടത്തിൽ വന്നിട്ട് ഞാൻ പറയാണ്, ഞാനിപ്പോ പ്രതീഷിന്റെ അടുത്ത് ഇത് പറയുമ്പോൾ പ്രതീഷിന് അത് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കും, ഞാൻ എന്തിനു വിമർശിക്കുന്നു എന്നുള്ളത്. പകരം ഞാൻ ഇതൊരു ഹിന്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്, അതിൽ പിടിച്ച് കേറിക്കോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു അതായത് മൊത്തത്തിൽ എഗെയിൻസ്റ്റ് ആയിട്ട് കണ്ടില്ലേ ഇവരൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു കൂട്ടർക്ക് മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിമർശന രീതിയെ മാറും, അത് ഏത് കാര്യമായാലും. അത് ബേസിക്കലി കമ്മ്യൂണിറ്റി എടുത്ത് തള്ളി വിടുകയാണ്, മറ്റുള്ള ഈ ചെന്നായക്കൂട്ടത്തിന്റെ അടുത്ത് തള്ളി വിടുകയാണ്, നിങ്ങൾ കടിച്ചു തിന്നോ എന്നുള്ള രീതിയിൽ തള്ളി വിടുന്നതിന് തുല്യമാണ്. അതെ അതെ. അപ്പൊ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിങ്ങനെ ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ട്രോമകളും ചെറുപ്പത്തിൽ നേരിടുന്ന ഡിസ്ക്രിമിനേഷൻ, ഈ ഇംപ്ലിസിറ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഈ രണ്ട് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനെ കുറിച്ച് നമുക്ക് പറയാം. ഒന്നൊരു എക്സ്പ്ലിസിറ്റ് ഡിസ്ക്രിമിനേഷൻ, അതായത് ജെൻഡർ ആളോ അയ്യേ, ഒരു ഹോമോസെക്ഷൽ അയ്യേ എന്ന് പറയുന്ന ഒരു ആക്റ്റീവായിട്ടുള്ള മനസ്സിലുള്ള ഒരു സംഭവം. വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ഡിസ്ക്രിമിനേഷനെക്കാളും കുറച്ചും കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സിസ്റ്റമിക് ഡിസ്ക്രിമിനേഷൻ, അതായത് നമ്മുടെ നിയമങ്ങൾ ആളുകളെ അറിയാതെ തള്ളുന്നുണ്ട്. മനസ്സിലായി, അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തള്ളുന്നതല്ല, പക്ഷെ നമ്മൾ നിയമങ്ങൾ എഴുതി വയ്ക്കും. നമ്മൾ ഈ പാട്രിയാർക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ റൈറ്റ് വിങ് മൂല്യങ്ങൾ കൂടുതൽ നിൽക്കുന്ന സൊസൈറ്റിയിൽ നിയമങ്ങൾ വരുമ്പോൾ ആ നിയമത്തിൻ്റെ റിസൾട്ടായിട്ട് കുറേ പേര് തള്ളപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ, മെറിറ്റോക്രസി എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ആദ്യകാലങ്ങളിൽ സിവിൽ സർവീസ് പാസ്സാകണമെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയി പരീക്ഷയൊക്കെ എഴുതണം, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൽ പോയി പരീക്ഷ എഴുതുക എന്ന് പറയുമ്പോൾ തന്നെ ആ നിയമപ്രകാരം ആ ഇംഗ്ലണ്ടിൽ പോകാൻ പൈസ ഇല്ലാത്തോ അല്ലെങ്കിൽ അതിന് പ്രിവിലേജും ഇല്ലാത്ത മനുഷ്യർ തള്ളപ്പെട്ടു പോയി. അവിടെ ആക്റ്റീവ്ലി ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയല്ല, നിയമം അതാണ്, നിയമം അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതേമാതിരി തന്നെ പക്ഷെ ഇൻഡയറക്ട്ലി അത് സംഭവിക്കുന്നു. ഇൻഡയറക്ട്ലി ഫലത്തിൽ ഒരു ആക്റ്റീവ്ലി ആൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന അതേ റിസൾട്ടാണ് നിയമം അവിടെ ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഇന്ന് നമ്മുടെ ഇന്ത്യൻ നിയമങ്ങൾ ചിലപ്പം ഭയങ്കര പുരോഗമന ആളുകളൊക്കെ ആയിരിക്കും നിയമങ്ങളൊക്കെ എഴുതുക. അവർ ചിലപ്പം മൈൻഡിൽ പോലും അങ്ങനെയൊന്നും ചിന്തിച്ചൊന്നും കാണത്തില്ല. പക്ഷെ നിയമങ്ങൾ കാരണം ഫേസ് ചെയ്യപ്പെടുന്ന ചില ഡിസ്ക്രിമിനേഷൻ, സെക്ഷൽ ആൻഡ് ജെൻഡർ മൈനോറിറ്റീസ് നേരിടുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഈ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ചിന്തിക്കാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിൽ വന്നൊരു കാര്യം കൂടി ആഡ് ചെയ്യാം. എനിക്ക് മോശമായിട്ട് തോന്നുന്ന ഒരു കാര്യം, അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്, അവരുടെ ഇഷ്ടമാണ്. അതിന് വേറെന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞിട്ട് ആളുകൾ അത് വെച്ചേക്കാൻ വേണമെങ്കിൽ. പക്ഷെ എന്നിരുന്നാലും എനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. ഞാൻ എന്തിനാ അങ്ങനെ ചോദിക്കുന്നതെന്ന് വേണമെങ്കിൽ പ്രതീഷിന് ചോദിക്കാം. അതായത് ഈ വിവാഹം കഴിഞ്ഞ ശേഷം സ്ത്രീകള് അതുവരെ ഉണ്ടായിരുന്ന അവരുടെ പേര് മാറ്റിയിട്ട് അവര് പുരുഷന്റെ പേര് അവരുടെ കൂടെ ചേർക്കുന്നു. ഇത് പുരുഷന്മാർക്ക് ബാധകമേ ആവുന്നില്ല. ഇപ്പോ നമ്മുടെ ബൃന്ദ കാരാട്ട്, അവര് ആക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പൊ റീസെന്റ്ലി നമ്മുടെ സീതാറാം യെച്ചൂരിയുടെ മരണത്തിന് ശേഷം പലപ്പോഴും പല കോണുകളിൽ നിന്ന് ഞാൻ കേട്ടു പലരും പറയുന്നത് അടുത്ത പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ്. അവർക്കൊരു മുഖ്യമന്ത്രിയെ ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, പകരം ബൃന്ദ കാരാട്ട് നല്ലൊരു ഓപ്ഷൻ ആണ് എന്ന് പറയുന്നത് കേട്ടു. പക്ഷെ അപ്പോഴും ഈ ബൃന്ദ കാരാട്ട് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് അതിനു മുമ്പ് മറ്റൊരു പേരായിരുന്നു. ഇന്ദിരാഗാന്ധി, അവര് നമ്മുടെ അഭിമാനമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. അവർക്ക് രാഷ്ട്രീയമായിട്ട് അവരോട് പല വിയോജിപ്പുകളും ഉണ്ടെങ്കിൽ പോലും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡെമോക്രസിയെ ആദ്യകാലങ്ങളിൽ അവരുടെ ഭരണ തുടക്ക കാലങ്ങളിൽ മതേതരത്വത്തെയും ഡെമോക്രസിയൊക്കെ ഉയർത്തിപ്പിടിച്ച, മറ്റു രാജ്യങ്ങളോട് ഇന്ത്യ എന്താണെന്ന് പറയാൻ ശ്രമിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ അവരുടെ പേരും ഇന്ദിര പ്രിയദർശിനി എന്നുള്ള അവരുടെ പേര് മാറ്റിയിട്ട് അവരുടെ വിവാഹത്തിന് ശേഷം അവർ ഇന്ദിരാ ഗാന്ധി ആയിട്ട് മാറുന്നു. ഇത്തരത്തില് സ്വന്തമായിട്ട് വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്ത സ്ത്രീകൾ പോലും അവരുടെ പേര് ഇത്തരത്തില് പാട്രിയാർക്കിക്ക് വേണ്ടിയിട്ട് മാറ്റുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പൊ ഇവിടെ നിയമങ്ങൾ എഴുതുന്നവരും അതിനൊക്കെ അത്രേ പ്രാധാന്യം കൊടുക്കൂ എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഈ ജനറേഷൻ മാറിയതിന് ശേഷം മാത്രമേ അതിനൊക്കെ കാതലായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും നമ്മുടെ മറ്റ് രാജ്യങ്ങളെയും ഇതുപോലെ പുരോഗമിച്ച നാടുകളെയൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പാർലമെന്റ് നിഷ്കരണം ആ ഒരു ഹോമോസെക്ഷൽ വിഷയത്തില് അങ്ങനെ ഒരു നയം സ്വീകരിക്കില്ലായിരുന്നു. അപ്പം അവർക്ക് അതിന് സാധിക്കാത്തത് എന്തുകൊണ്ടാ? അവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നുണ്ടോ?
അവർക്ക് പ്രത്യേകിച്ച് പേഴ്സണൽ നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ കൾച്ചറലി ഇവിടെ ഇങ്ങനെയാണ്. അതിന് വിരുദ്ധമായിട്ട് സംഭവിക്കണ്ട എന്നുള്ള RSSന്റെ തീരുമാനം, അത് ഇവിടുത്തെ സംസ്കാരത്തിന് വിരുദ്ധമാണ് എന്നുള്ള അവരുടെ തീരുമാനം, അതിൽ അവര് ഗവൺമെന്റും ആ നിലവാരത്തിൽ നിൽക്കുന്നു. ഇനി RSS പോലൊരു സംഘടന അല്ലെങ്കിൽ പോലും അതല്ലാത്ത സംഘടനകൾക്ക് പോലും അതിൽ മറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള, ആധുനികമായിട്ട് ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാതെ പോകുന്നു. അപ്പൊ അതില് നിയമങ്ങള് തീർച്ചയായിട്ടും, നമ്മുടെ ഡെമോക്രാറ്റിക് നേഷൻ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ ക്രൗഡിന് പോയിട്ടൊന്നും മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പാർലമെന്റ് പാസ്സാകുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് അമെൻമെന്റ് സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഫലത്തിൽ വരാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് ഒരു തുടക്കം കുറിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തുടങ്ങുന്ന സംഭവങ്ങൾ വളരെ കാലം കഴിയും പ്രാബല്യത്തിൽ വന്നിട്ട് ജനങ്ങളിൽ അതൊരു നിയമമായിട്ടൊരു ബോധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ചിലപ്പോ ഒരു അരനൂറ്റാണ്ട് എടുത്തെന്ന് വരും പൂർണ്ണമായിട്ടും ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. തലമുറകൾ മാറുമ്പോഴേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും കാതലായിട്ടുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കേണ്ടത് നിലവില് ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ കൂടി തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ചില നിയമങ്ങൾ എന്തായിരിക്കും? ഇപ്പം ഒരു ക്യൂർ കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വിഷയം എന്തായിരിക്കും? നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് ഈ ഒരു വിഷയത്തിനൊരു നിയമം എന്തായാലും വന്നിരിക്കണം, അതാണ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്? അല്ല, നമ്മളിപ്പോ ഏത് മേഖലയിൽ നോക്കിയാലും ഇത് കാണാൻ സാധിക്കും. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതുപോലൊരു വിഷയത്തിൽ. അതായത് ഞാൻ കേരളത്തിലും കർണാടകത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരാളാണ് പലപ്പോഴും. അപ്പോ കർണാടകയിലെ KSRTCയിൽ ബുക്ക് ചെയ്യാറില്ല. കേരളത്തിന്റെ KSRTCയിലാണ് കൂടുതലും ബുക്ക് ചെയ്യാറ്. അപ്പൊ അതിനകത്ത് ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതില് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ബൈനറി 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് മറ്റ് ജെൻഡർ വിഭാഗങ്ങളെ പരിഗണിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് ടൈം ബുക്ക് ചെയ്തത് കർണാടകയുടെ ഐരാവതത്തിൽ ബുക്ക് ചെയ്തു. അതിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതില് അവര് അതർ ജെൻഡർ എന്നും കൂടി പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരു സ്പെക്ട്രത്തിനുള്ള സ്പേസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതർ ഏതും, മെയിലും ഫീമെയിലും അതർ ഏതും അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. അപ്പൊ ഞാൻ ക്യൂരിയസ് ആയി, ഇനിയിപ്പോ മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് വെറുതെ ഫേക്ക് ആയിട്ട് ഒരു ടിക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ട് നോക്കി. അപ്പൊ അവിടെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അതായത് മെയില്, ഫീമെയില്, ട്രാൻസ്ജെൻഡർ, അങ്ങനെ 3 കോളം അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ തെലങ്കാന, ആന്ധ്ര, കേരള, സൗത്ത് ഇന്ത്യയിലെ ഈ 3 സംസ്ഥാനങ്ങളും ഇപ്പോഴും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവർക്ക് ഇപ്പോഴും സ്ത്രീകളും പുരുഷന്മാരും എന്നുള്ള ആ ബൈനറി ചിന്താഗതിയിലാണ് അവർ നിൽക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന് കേരളത്തില് മെട്രോയിൽ ജോലി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വലിയ പെരുമ പറഞ്ഞു കേരളം. ആ ജോലിക്ക് വന്നിട്ടുള്ള ആളുകൾ അവസാനം കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ ഒരു ഇടം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോ ഒരു പാക്കേജ് കൊടുക്കുമ്പോ അതിനെ സംരക്ഷിക്കാനും കൂടി പറ്റണം, അല്ലെ? അതുപോലെ നിയമത്തില് മാറ്റങ്ങൾ വരുമ്പോ ഇപ്പോ അവർക്ക് ഭൂമി വാങ്ങാനും വിൽക്കാനും സാധിക്കുമ്പോ അതിനെ കൂടി അതിൽ പരിഗണിക്കേണ്ട കാര്യമാണ്. അതുപോലെ തീർച്ചയായിട്ടും വിവാഹ നിയമങ്ങളിലും അത് മാറ്റം വരണം. ബേസിക്കലി ഞാൻ വിവാഹം എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള സംഗതിയാണെന്ന് കരുതുന്ന ഒരാളല്ല. വിവാഹം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള പല സംസ്കാരങ്ങളുടെ സംഭാവനയാണ്, അല്ലെ? അവര് സമൂഹത്തിൽ, അതായത് വിവാഹിതരല്ലാതെ യൂണിയൻ എന്ന് പറയുന്നത്, വ്യക്തികളുടെ യൂണിയൻ എന്ന് പറയുന്നത് അവർ അംഗീകരിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിട്ട് അത് അശ്ലീലമാണ് അല്ലെങ്കിൽ വ്യഭിചാരമാണ് എന്നൊക്കെ പരസ്യമായിട്ട് പറയും ആളുകൾ. അപ്പൊ അതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സമൂഹത്തിന്റെ മുന്നിൽ രഹസ്യമായിട്ട് കല്യാണം കഴിക്കില്ലല്ലോ. ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് കല്യാണം കഴിച്ചു എന്ന് ബോധിപ്പിക്കുക. എന്നിട്ടോ ആ ബോധ്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ ഇവിടെ സിന്ദൂരം തൊട്ടിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നു, താലി ഒരു ലോഹത്തകിട് കഴുത്തിൽ കെട്ടി തൂക്കിയിട്ട് കാണിക്കുന്നു എന്നൊക്കെയുള്ള രീതികളാണ്. അതൊക്കെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ വിവാഹിതയാണ്, ഇത് കണ്ടോ താലി, അല്ലാതെ ഞാൻ വേറെ പരിപാടിയൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതേപോലെ ഞാനതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള സംഗതിയാണെന്ന് കരുതുന്നില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞവർക്ക് കിട്ടുന്ന പ്രിവിലേജുകളൊക്കെ പിന്നെ ഈ പറഞ്ഞ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ വിവാഹം കഴിച്ചാലും
ജെൻഡർ മൈനോറിറ്റിയിലുള്ള ആളുകൾ വിവാഹം കഴിച്ചാലും അവർക്കും സമൂഹത്തിൽ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ അഡോപ്ഷന്റെ കാര്യത്തിലായാലും ഒക്കെ നിയമ ഭേദഗതികൾ വരണം. ആം, ഞാനൊരു വേറൊരു റിലേറ്റഡ് വിഷയത്തിൽ ഇപ്പം സിനിമകളിൽ സിനിമകൾ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ഐഡിയാസ് പുഷ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ആ 90s കിഡ് തന്നെയാണ്. ഞാൻ 90s കിഡിൽ ആ ഒരു ഞാൻ വളരുമ്പോൾ ഞാൻ കണ്ട സിനിമകളിലൊക്കെ വരുന്ന ഒരു കോമൺ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീധനം എന്നൊരു തീം വളരെ സ്ട്രോങ് ആയിട്ട് അന്നുള്ള സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വളരുന്ന എൻ്റെ മനസ്സിലേക്ക് സ്ത്രീധനം ഒരു മോശം കാര്യമാണെന്ന് പുഷ് ചെയ്യാൻ ഈ സിനിമകൾക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം മിക്ക സിനിമകളുടെ ഒരു മെയിൻ കഥാതന്തു എന്ന് പറയുന്നത് സ്ത്രീധനം. സ്ത്രീധന പ്രശ്നം കാരണം പ്രണയങ്ങൾ ഇല്ലാതാകുന്നു, സ്ത്രീധനം കാരണം കുടുംബങ്ങൾ തകരുന്നു, സ്ത്രീധനം കാരണം ചില സിനിമകളുടെ മെയിൻ ട്വിസ്റ്റുകളൊക്കെ നടക്കുന്ന സ്ത്രീധനം അല്ലെങ്കിൽ സ്ത്രീധന വിഷയം, സ്ത്രീധനത്തെ ചുറ്റിലുള്ള അടിപിടികൾ, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഈ സിനിമകൾ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ മനസ്സിൽ സ്ത്രീധനം ഒരു മോശം കാര്യമാണ് എന്നൊരു ഐഡിയ പുഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മാത്രം മനസ്സിലായിരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ കൂടെ എൻ്റെ അതേ സമപ്രായക്കാരായിട്ടുള്ള എല്ലാവരുടെയും ഒരു മനസ്സിൽ അത്തരം ഐഡിയ പുഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതേമാതിരി തന്നെ സിനിമകൾ ഈ ജെൻഡർ ആൻഡ് സെക്ഷൽ മൈനോറിറ്റീസിനെ പറ്റി പല ഐഡിയാസ് പുഷ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ അറിയുന്നില്ലായിരിക്കും. ഒരു ഹെട്രോസെക്ഷൽ ആൾ ചിലപ്പോൾ അത് അറിയുന്നില്ലായിരിക്കും. ഇത് കാരണം അയാളുടെ പ്രിവിലേജിലോ അയാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അയാൾ ഒരിക്കലും അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത് ആ ഒരു അതോ പണ്ടുള്ള സിനിമകൾ ഇപ്പോഴുള്ള സിനിമകളിലും അതേ ലെവലാണോ, അതോ എന്തെങ്കിലും ട്രാൻസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സംഭവിച്ചിട്ടുണ്ട് ഒരുപാട്. ഇപ്പോ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത വളരെയധികം മികച്ചൊരു സിനിമയായിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു സിനിമയാണ് മൂത്തോൻ എന്ന് പറഞ്ഞ സിനിമ. അവാർഡൊക്കെ കിട്ടിയിട്ടും അത് പ്രദർശിപ്പിച്ച സ്ഥലത്തൊക്കെ നല്ല പ്രതികരണമായിട്ടും നിവിൻ പോളിക്കൊക്കെ നല്ല ഫാൻ ബേസ് ഉള്ള കേരളത്തില് നിവിൻ പോളിയുടെ ആ ഒരു സിനിമ ആളുകൾ കാണാതെ പോയതിന്റെ പേരിൽ ഈ ഒരു കൊണ്ടായിരിക്കാം ഒരുപക്ഷെ. അപ്പൊ അതിനകത്തൊക്കെ നല്ല രീതിയിലാണ് അതിനെ കാണിക്കുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും നമ്മൾ ഒരു സിനിമയിൽ കാണുമ്പോൾ ഒരു ഹീറോയിൻ അവര് തമ്മിലുള്ള ഒരു പ്രേമബന്ധം ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ കണ്ടുകൊണ്ട് വരുന്ന സമയത്ത് അവർ ഒരുമിക്കണം എന്നൊക്കെ നമുക്ക് മാനസികമായിട്ട് എങ്ങനെ തോന്നുമോ അതേപോലെ തന്നെ രണ്ട് പുരുഷന്മാര് ഒന്നിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പിക്കുന്ന, എൻ്റെ അടുത്ത് ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ആ ഒരു രണ്ട് കഥാപാത്രങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതിലെ റോഷൻ അവതരിപ്പിച്ച കഥാപാത്രം അതില് കാണാൻ പറ്റും. ഒരുപക്ഷെ കാതലൊക്കെ ഒരുപാട് ചർച്ച ചെയ്തു. കാതൽ ദ കോർ മമ്മൂട്ടിയുടെ പടം അത് ഒരുപാട് ചർച്ച ചെയ്തു. പക്ഷെ അതിന്റെ ഒന്നും ഒരു 100% പോലും മൂത്തോൻ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. മൂത്തോനില് വളരെ ക്ലിയർ ആയിട്ട് ആ റിലേഷൻഷിപ്പ് ഇന്റിമേറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതിന്റെ ആ തീവ്രതയില് പ്രണയമായിട്ട് തന്നെ അത് കാണിക്കുന്നുണ്ട്. അതുപോലെ ദീപ മേത്തയുടെ സിനിമകളിൽ ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മറ്റ് പാൻ ഇന്ത്യൻ സിനിമകൾ വരുമ്പോഴൊക്കെ ഇതേപോലുള്ള കണ്ടന്റുകൾ വരുന്നുണ്ട്. പക്ഷെ അത് കൊമേഴ്ഷ്യൽ സിനിമകളിലേക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മടിയുണ്ട് ആളുകൾക്ക്. കുടുംബ പ്രേക്ഷകർ അത് ഇപ്പോഴും സ്വീകരിക്കില്ല എന്നുള്ള ഒരു മടി കൊണ്ടാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമയില് അതൊരു മാതൃകാപരമായിട്ട് തോന്നാം. അങ്ങനെ ഒരു കണ്ടന്റ് ഒരു കോമഡി ആയിട്ട് ഉള്ള രീതിയിലാണെങ്കിൽ പോലും അത് ധൈര്യപൂർവ്വം അവതരിപ്പിച്ചു. അതിനെ അംഗീകരിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം എന്ന് അതിനകത്തെ പ്രധാന കഥാപാത്രങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചുകൊണ്ട് അതിനൊരു അക്സെപ്റ്റൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ അതിനെതിരെ ഉടനെ തന്നെ KCBC ഒക്കെ രംഗത്ത് വന്ന് ഭയങ്കര പ്രക്ഷോഭങ്ങൾ തുടങ്ങും. പിന്നെ ഇതുപോലെ സിനിമകൾ വരുമ്പോൾ ഉള്ള ഒരു മെയിൻ പ്രശ്നം ഇതാണ്. അപ്പം അവര് അതാവാതെന്ന് നടക്കും. അത് കുറുക്കി കൊള്ളുന്നുണ്ട് എന്നുള്ളതിന്റെ ആണല്ലോ ഈ പറഞ്ഞ പ്രതികരണങ്ങൾ വരുന്നത്. അപ്പൊ അത്തരത്തില് ചെറിയ തോതിലാണെങ്കിലും ധൈര്യപൂർവ്വം ആളുകൾ അത് ചെയ്യുന്നുണ്ട് സിനിമകൾ. ഇപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ മറ്റുള്ളവരെ കളിയാക്കുന്ന രീതിയൊക്കെ കുറഞ്ഞു. ഇപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ പാടില്ല. സെൻസർ ബോർഡ് ആണെങ്കിലും ആ രീതിയിലേക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പല കാര്യത്തിലും. ഈ നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്പ് സിനിമകൾ വഴി പുഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ജെൻഡർ മൈനോറിറ്റി, സെക്ഷൽ മൈനോറിറ്റി. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഓർമ്മ നിൽക്കുന്നുണ്ടോ? അതായത് ഈ സിനിമയിൽ ഇതൊക്കെയാണ് ഈ സിനിമകളിൽ നമ്മളെ ഒരു ക്യൂആർ കമ്മ്യൂണിറ്റിക്കെതിരെ ഉണ്ടാക്കുന്ന നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്സ് ഇതാണ്
എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഓർമ്മയിലുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ മലയാളത്തിൽ ഇപ്പൊ ലാൽ ജോസിന്റെ ചാന്തുവട്ട് എന്നുള്ള സിനിമ വന്നതിന് ശേഷം പ്യുവർ കമ്മ്യൂണിറ്റിയിലുള്ള പലരും പറഞ്ഞിട്ടുണ്ട് ലാൽ ജോസിനെ പിടിച്ച് 2 കൊടുക്കാൻ തോന്നിയിട്ടുണ്ട്. കാരണം ലാൽ ജോസ് എടുത്തിട്ടുള്ളത് അത് തകഴിയുടെ ഒരു നോവലിന്നോ ഷോർട്ട് സ്റ്റോറിന്നോ മറ്റോ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്നൊക്കെയാണ് പറയുന്നത്. ഒരു എന്തോ ഒരു മിത്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടോ അങ്ങനെ എന്തോ ചെയ്തതാണ്, ചെമ്മീനൊക്കെ എടുത്തതുപോലെ. പക്ഷെ അതിനെ കൊണ്ടുവന്നിട്ട് ദിലീപ് അത് അത്ര ആ ഒരു രീതിയിൽ വളരെ കോമഡി ആയിട്ട് അവതരിപ്പിച്ചിട്ട് അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോ അത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട്, അതായത് സ്ത്രൈണതയുള്ള ആ, പിന്നെ ഈ ആളുകളെ പുരുഷന്മാരായിട്ട് ബൈ ബർത്ത് പുരുഷന്മാരായിട്ട് പറയുന്ന ആളുകൾക്ക് അവരുടെ പെരുമാറ്റത്തിൽ സ്ത്രൈണത ഉണ്ടെങ്കിൽ ഉടനെ അവരെ ചാന്തുവട്ടം എന്നൊക്കെ വിളിക്കുക. അപ്പൊ അവർക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് ആളുകള് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ രീതിയിൽ എല്ലാവരും ഏത് ഇപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളോടൊക്കെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവര് മോശം പറയുന്ന ഒരു സിനിമയായിരിക്കും. ഇപ്പൊ ഈ സിനിമകളിലെ ഈ കാര്യം വന്നപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോൾ വെസ്റ്റിലൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഈ ഗെയിമുകളിലും സിനിമകളിലും ഒക്കെ ഇത്തരം കഥാപാത്രങ്ങൾ സെക്ഷൽ ആൻഡ് ജെൻഡർ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഒരു കഥാപാത്രമായിട്ട് റീറൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റോബിനിൽ ബാറ്റ്മാൻ ഗേ ആയിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർവൽ സിനിമയിലെ ഏതെങ്കിലും ഒരാളൊരു ബൈസെക്ഷലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം. ഇപ്പോൾ ഈ ഗെയിമുകളിൽ ഇപ്പോൾ ഒരു മെയിൻ കഥാപാത്രം ഉണ്ടെങ്കിൽ അയാൾ ബൈസെക്ഷൽ ആയിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഒരു സൈഡ് കിക്ക് ആയിട്ടുള്ള ഒരാൾ ട്രാൻസ്ജെൻഡർ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകളായിരിക്കും. അപ്പം ഇതിനോടൊക്കെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം വോക്ക് പൊളിറ്റിക്സ് ഇതിലെല്ലാം കുത്തിക്കയറ്റുന്നു. ഈ നമ്മുടെ മനസ്സിലുള്ള ഹീറോസും ഹീറോയിൻസും ഒന്നും ഇങ്ങനെയല്ല. ഞങ്ങൾ ചെറുപ്പത്തിൽ തൊട്ട് കോമിക്സിൽ പഠിച്ച് വളർന്ന ഹീറോസൊന്നും ഇങ്ങനെയല്ല. ഇതിനെ പൊളിറ്റിക്സ് മനഃപൂർവ്വം കുത്തിക്കയറ്റി അത് ദുസ്സഹമാക്കുന്നു എന്നൊക്കെയുള്ള ഭയങ്കര കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുരോഗമന സംഭവമാണ്. കാരണം ഇവർക്ക് ഈ ദേഷ്യം വരാനുള്ള കാരണം ഈ കോമിക്സ് എഴുതുന്ന സമയത്ത് എഴുതുന്ന ആളുകളുടെ മനസ്സിൽ ഇത്തരം ആളുകളില്ല. ജെൻഡർ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളില്ല, സെക്ഷൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് എന്താണ് ബാറ്റ്മാൻ എപ്പോഴും ബാറ്റ്മാൻ അല്ല, ഏത് ഹീറോയും ഹീറോയിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ബൈനറി വരുന്ന ആളുകളാണ്. ഈ 2 ബൈനറിയിൽ ജെൻഡർ ബൈനറി വരുന്നതെന്ന് മാത്രമല്ല, ഈ സെക്ഷൽ ബൈനറിയിലും ആയിരിക്കും വരുന്നത്. ഒന്നെങ്കിൽ ഒരാൾ ഹീറോസ് എപ്പോഴും ഹെട്രോസെക്ഷൽസ് ആയിരിക്കും, ഒരു ബൈസെക്ഷൽ ഹീറോ കാണത്തില്ല, ഒരു ഹോമോസെക്ഷൽ ഹീറോ കാണത്തില്ല. ഇനി എവിടെയെങ്കിലും ഹോമോസെക്ഷൽ ഉണ്ടെങ്കിൽ തന്നെ അതൊരു മോശം നെഗറ്റീവ് കൊണൊട്ടേഷനിലാണ് കാണിക്കുന്നത് തന്നെ. അപ്പോൾ ഈ സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇത്തരം കോമിക്സ് റീറൈറ്റ് ചെയ്യണം, ഇത്തരം സിനിമകൾ ഒന്നുകൂടെ ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം. പക്ഷേ ഇതിനോട് ഒരു പൊതുസമൂഹം, ഇപ്പം നമ്മുടെ കേരളത്തിൽ പോലും ആളുകൾ പറഞ്ഞ വോക്ക് പൊളിറ്റിക്സ്, അതിനൊരു വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ, വോക്കിസം. അപ്പോൾ വോക്ക് പൊളിറ്റിക്സ് കുത്തിക്കയറ്റുന്നെന്ന് പറഞ്ഞുള്ള എന്നോട് വെച്ചൊരു കരച്ചിൽ എന്നാണ് ഞാൻ പറയുന്നത്, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, ഒരു കരച്ചിൽ ആളുകളുണ്ട്. ഇതിനോട് എന്താണ് ദിവിന് പറയാനുള്ളത്? അതായത് ഇത് കുത്തിക്കയറ്റലാണോ, അതോ ഇസൻ ദിസ് ദ ടൈം ടു ഡു ദിസ് എന്നുള്ള ഇത് ഇപ്പൊ ചെയ്തെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യേണ്ടത്? അതെ, അത് കുത്തിക്കയറ്റലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും കുത്തിക്കയറ്റലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഏച്ചു കെട്ടിയതുപോലെയൊക്കെ ചില സിനിമകളിൽ നമുക്ക് തോന്നാറുണ്ട്. പിന്നെ ഇപ്പോ ഈ പറഞ്ഞ നമ്മുടെ മനസ്സിലുള്ള ഇപ്പൊ സുന്ദരൻ സുന്ദരി എന്നൊക്കെ പറഞ്ഞാല് അതൊരു സ്റ്റീരിയോ ടൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മനസ്സിലൊക്കെ. അപ്പം സൗന്ദര്യം നായകൻ ഇന്ന രീതിയിലായിരിക്കണം, അയാള് പിന്നെ അങ്ങനത്തെ ഫിഗർ ആയിരിക്കണം, തടിച്ച നായികയാവാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ നായികയും നായകനും ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം, പ്രണയം എന്ന് പറഞ്ഞാൽ ഇന്ന പീരീഡിൽ ഏജിലുള്ളതായിരിക്കണം. അതൊക്കെ നമ്മൾ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി പലതരം സിനിമകളിൽ കൂടി. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു പോസ്റ്ററില് അതൊരു കോമഡി ആയിട്ട് ഒരു ട്രോള് ആയിട്ട് ഇറക്കിയ ഒരു സംഭവമാണ്. പക്ഷെ അതിൽ ചിന്തിക്കാനുണ്ട്. നമ്മുടെ രാജമൗലിയുടെ സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ രൂപവും പാരഞ്ജിത്തിന്റെ സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ രൂപവും കൂടി അടുത്ത് വെച്ചിട്ട് അത് കാണിച്ചു. അപ്പോ പിന്നെ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട് ആ 2 കഥാപാത്രങ്ങളിൽ നിന്ന്. ഇപ്പോ നമ്മുടെ പൊന്നിയിൻ സെൽവൻ സിനിമ പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ഇറങ്ങിയതാണ്.
പൊന്നിയിൻ സെൽവൻ സിനിമയില് ആ നോവല് വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന കഥാപാത്രങ്ങളുടെ ശാരീരിക ഘടനയോ രൂപമോ കളറോ ഒന്നും ആയിരിക്കില്ല നമ്മൾ സിനിമയിൽ കണ്ട കഥാപാത്രങ്ങൾക്ക്. എല്ലാവരും പിന്നെ വെളുത്ത കഥാപാത്രങ്ങള് അല്ലെങ്കില് ആ രീതിയിലുള്ള ആളുകളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ദ്രവീഡിയൻ ടിപ്പിക്കൽ രാജകുമാരിയുടെ ഒരു രൂപഘടനയൊന്നും ആയിരുന്നില്ലല്ലോ തൃശ്ശ അവതരിപ്പിച്ച കഥാപാത്രത്തെ. നമ്മള് പ്രതീക്ഷ അത് വായിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അത് വായിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കഥാപാത്രങ്ങള് അവര് ആ ഒരു ദ്രവീഡിയൻ ആ ഒരു രാജകുമാരിയാണല്ലോ. അപ്പം അങ്ങനത്തെ ബിംബങ്ങളെയൊക്കെ മാറ്റിയിട്ട് ഈ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പിലേക്ക് കുത്തിക്കയറ്റുന്ന പ്രവണത ഒരു വഴിക്ക് നടക്കുന്നുണ്ടല്ലോ. അപ്പം അതിനെ വോക്കെന്ന് വിളിച്ചാലും ഇനി പുതിയൊരു ടേം കൊണ്ടുവന്ന് വിളിച്ചാലും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇരിക്കാം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. നമുക്ക് സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്യുന്നതന്നെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അതെ അതെ. ഓക്കെ, എനിക്ക് ഇത്ര ഈ ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് ചോദിക്കാനുള്ള വിഷയങ്ങളൊക്കെ ഇതായിരുന്നു. ഇതുവരെ എൻ്റെ ബോറിംഗ് ചോദ്യങ്ങൾ കേട്ടിരിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ദിവ്യന് നന്ദി. അല്ല, എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉതകുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പബ്ലിക്കിലേക്ക് കൺവേ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് അതിലൂടെ പറയാനും സാധിച്ചിട്ടുണ്ട്. മനസ്സറിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ശരിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ബോറിംഗ് ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല. ഒരുപാട് നന്ദി. അപ്പോൾ ഇനി നമുക്ക് ഫ്യൂച്ചറിൽ ഇനിയും കാണാം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ. താങ്ക്സ് ദിവ്യൻ, താങ്ക്സ് ഫോർ ജോയിനിങ് ഡിഡക്റ്റീവ്. നമുക്കിനി വേറെ വീഡിയോ വീണ്ടും വരാം. താങ്ക് യു.